ശബ്ദം ഇന്ന് രാത്രി Praise Master, hallelujah. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. കർത്താവേ, ആരാധനയ്ക്കായി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ബുദ്ധിയുള്ള ആരാധന ഞങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മൾ സമർപ്പിക്കുന്നു. കർത്താവെ, ലോകത്തിന് രൂപരായി തീരാതെ പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഞങ്ങളുടെ നിലവിൽ അയക്കണമേ. ദൈവശക്തി പകരണമേ. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങൾ തിരിച്ചറിയട്ടെ. കർത്താവെ, ഉടനെ വചനദാനം ചെയ്യും കുഞ്ഞാടിന്റെ മഹത്വം അധികാരമുള്ള പിതാവേ, കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെ സ്തോത്രം. ദൈവപ്രവൃത്തി വരണമേ. ആരാധനയ്ക്ക് യോഗ്യനേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരാധന വെളിപ്പെടുത്തണമേ. ഒരു നല്ല ആരാധന കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നേ. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കണമേ. കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമേ, ജനത്തെ ഇന്ന് രാത്രി നീ കൂട്ടിവരുത്തണമേ. നിന്റെ ജനത്തെ നീ കൂട്ടിവരുത്തണമേ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ജീവിപ്പിക്കുന്ന ദൈവമായാൽ സ്തോത്രം. ജീവിപ്പിക്കുന്ന ദൈവമാണ് നീ, ജീവിപ്പിക്കുന്ന ദൈവമാണ് നീ, ജീവിപ്പിക്കുന്ന കർത്താവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടകപ്രവനം ധീവരഗജാമനധൂമലവേദി അടകല മനകടമനയാരഗജ പ്രവര ഭൂമനരഗജപരാധനവേദി ശ്യാമനജാരം വേദകരഗജം ധനവാദം വേടവരം ധർമ്മനവേദി ദീപാരഗജ. കർത്താവേ, കൃപ വേണം അപ്പാ. ഇന്ന് രാത്രി കൃപ വേണം. ദൈവകൃപ വേണം. ദൈവകൃപ വേണം. ദൈവ സാന്നിധ്യം വേണം. ദൈവശക്തി പകരണമേ. ആരാധനയ്ക്ക് യോഗ്യനെ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. കൃപയുടെ ആഴത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. കൃപയുടെ ആഴത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. കൃപയുടെ ആഴത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. ദൈവകൃപയുടെ ആഴത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. ദൈവകൃപയുടെ ആഴത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. ദൈവ സാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. വചനം അവ ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. പരിശുദ്ധാത്മാക്കളോട് ഹൃദയമായിട്ട് ഇടപെടണമേ. ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണം. ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രത്തിന്റെ വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നു. കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിപ്പാൻ അപ്പാ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ പകരണമേ. മനസ്സിലിവന്റെ നാഥനെ നന്ദിയോട് നന്ദിയോട് സ്തോത്രം. 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 കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടരപരമനപരപര ഓ ഋഗതല വിശംധരാരികജനാരികതല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. കൃപയുടെ നാഥനേ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും അല്പനിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും അല്പനിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമഹത്വം ഇന്ന് രാത്രി നമുക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകേണ്ടതിനായി നമുക്ക് അല്പനിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ആരാധനയ്ക്ക് അവൻ യോഗ്യനാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാകയാൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്മനമേ ഹോവേ വാഴ്ത്തുക. സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ ഹോവേ വാഴ്ത്തുക. അവന്റെ ഉപകാരമൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
കൃപ വേണം കർത്താവേ, കൃപ വേണം, കൃപ വേണം, കൃപ വേണം, കൃപ വേണം. ദൈവകൃപയ്ക്കായി സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം, ദൈവശക്തിക്കായി സ്തോത്രം, തിരുസാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിനെരിവുള്ളവരായി ജനം ഇന്ന് രാത്രി തീരട്ടെ. ഇന്ന് രാത്രി ജനത്തെ ദൈവം കൂട്ടിവരുത്തണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ആഴത്തിൽ പകരണമേ, ദൈവകൃപ പകരണമേ. നിന്റെ സാന്നിധ്യത്തിന് നന്ദി, നിന്റെ കൃപയ്ക്ക് നന്ദി, നിന്റെ കരുതലിന് നന്ദി, കരുണയ്ക്ക് നന്ദി, നിന്റെ ബലത്തിന് നന്ദി, നിയോഗങ്ങൾക്ക് നന്ദി, ദൈവത്തിന്റെ കരുതലിന് നന്ദി കർത്താവേ, നിന്റെ നിയോഗങ്ങൾക്ക് നന്ദി, ദൈവശക്തിക്ക് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്റെ കുഞ്ഞുങ്ങളാ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് കണ്ടെത്തു വരാൻ, തിരുമുഖത്തേക്ക് നോക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവനും ദൈവം ഞങ്ങളെ നടത്തി. ഹല്ലേലൂയ. ഒരു സഭായോഗം കൂടെ കൂടുവാൻ ഭൂമിയിലെ അവസരം കൂടെ ദൈവം ഞങ്ങൾക്ക് ശേഷിപ്പിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. നീ മാത്രം ദൈവം, നീ മാത്രം കർത്താവാകയാൽ സ്തോത്രം. നീ ഒഴികെ ഞങ്ങൾക്ക് ഒരു നന്മയുമില്ലല്ലോ കർത്താവേ. ഇന്ന് രാത്രി നിന്റെ കൃപ ഞങ്ങളുടെ മേലൊന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഞങ്ങൾക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞങ്ങൾ എന്ത് പകരം ചെയ്യും? രക്ഷയുടെ പാനപാത്രമെടുത്ത് സകല ജനവും ഗാനക ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ഞങ്ങൾ കയറിപ്പാൻ ദൈവം കൃപ നൽകണമേ. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. അത്യുന്നതന്റെ മറവിൽ മറയ്ക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ആ സർവശക്തി പാർക്കാൻ ദൈവം ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൂട്ടിവരുത്തണമേ. വലിയ ദൈവകൃപ അനുഭവിച്ചറിയുവാൻ, വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ ദൈവത്തിന് സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്നുള്ള സങ്കീർത്തനങ്ങളെ, സാക്ഷ്യങ്ങളെ, പ്രബോധനങ്ങളെ ഒക്കെ തരണമേ. കർത്താവേ, വർഷിപ്പിലിരുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ ദൈവം നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയിലെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി വചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിനായി പ്രാർത്ഥിക്കുന്നു. ആത്മനിയോഗത്തോടെ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിക്കണമേ. കർത്താവേ, നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കടന്നു വരാനുള്ളവരെല്ലാം ദൈവം കൂട്ടി വരുത്തിയാണ്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ സഹായിക്കും. മഹത്വം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ പിതാവേ, ആമേൻ. പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുന്ന ദയവായി എല്ലാ ദൈവമക്കളും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. Praise you, Lord. Hallelujah. Thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Praise you, Lord. Hallelujah. എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പാകെ നമുക്കൊന്ന് നന്ദിയുള്ള ഹൃദയത്തോട് മുമ്പാകെ ദൈവസന്നിധിയിലേക്ക് ഇരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെ ഓർക്കുമ്പോൾ നന്ദി മാത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഹല്ലേലൂയ, എല്ലാവരും ഹല്ലേലൂയ. കർത്താവിനെ നമുക്കൊന്ന് ഹല്ലേലൂയ നന്ദിയോടെ ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാ നാവുകൾ ഹല്ലേലൂയ ആ കർത്താവിനെ ഒന്ന് അമ്മയും കർത്താവിന്റെ നാമത്തെ ഒന്ന് നന്ദി പറയാവോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ഫാദർ. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. താങ്ക് യു ഫാദർ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാണ് സ്നേഹത്തിനും. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാണ് സ്നേഹത്തിനും. Thank you, Lord. Thank you, Jesus. സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. Thank you, Lord. നന്ദി നന്ദി
എൻ ദൈവമേ നന്ദി. Thank you, Lord. Thank you, Jesus. Thank you, Lord. എണ്ണമില്ലാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയ ഹല്ലേലൂയ ആ കർത്താവിനെ നമുക്ക് ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ നമ്മൾ ഈ പാട്ട് വീണ്ടും ഒരുമിച്ച് പാടുമ്പോൾ ഹല്ലേലൂയ ഒരുമിച്ച് ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ നന്ദിയോടെ ഹല്ലേലൂയ ആ കർത്താവിനെ നമുക്കൊന്ന് ആമേൻ സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ. നന്മകൾക്കും അത്ഭുതമാനിൻ സ്നേഹത്തിൽ. Thank you, Jesus. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാനിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശു. Thank you, Lord. Thank you, Jesus. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശു. Thank you, thank you, thank you, thank you, Lord, thank you, Lord, thank you, Jesus, thank you, Lord, thank you, Lord, thank you, Lord, thank you, Lord. Praise you, Lord, praise you, Lord, praise you, Lord, praise you, Lord. Hallelujah. നമ്മുടെ കർത്താവ് നമ്മുടെ അമേൻ നമ്മുടെ സങ്കടങ്ങളെ മാറ്റിയ ദൈവമാണ്. ഹല്ലേലൂയ. Praise you, Lord. Hallelujah. Amen. Hallelujah. Praise you, Lord. നമുക്ക് ഒരുമിച്ച് കൈയടിച്ച് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പാടി ആരാധിക്കാം. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് കൈയടിച്ച് ദൈവസന്നിധിയിൽ പാടാം. സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയാനിനത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയാനിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട. ഹല്ലേലൂയ. മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ ആമേൻ കടന്നുപോയി. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ആമേൻ പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായ മധുരമാക്കി തീർക്കും, മാറായ മധുരമാക്കി തീർക്കും അവൻ. താരേയത്തിലർന്നു ദാഹം ആമേൻ, താരേയത്തിലർന്നു ദാഹം പോക്കും അവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലൻ ദൈവമെനിക്കധിപതിയേ, മരുവിലൻ ദൈവമെനിക്കധിപതിയേ, തരുമാവൻ പുതുമന്നാതു മതിയേ, തരുമാവൻ പുതുമന്നാതു മതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ ആമേൻ, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ,
ആനന്ദമേ പരമാനന്ദമേ കനാൻ ജീവിതം എനിക്കാനന്ദമേ കനാൻ ജീവിതം എനിക്കാനന്ദമേ എൻ സങ്കടങ്ങൾ സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ ബലവും എന്റെ സങ്കേതവും എൻ രക്ഷയും യേശു അത്രേ ഹല്ലേലൂയാ എൻ രക്ഷയും യേശു അത്രേ ഹല്ലേലൂയാ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി മാറായ മധുരമാക്കി മാറായ മധുരമാക്കി തീർക്കുമാവൻ പാരയെ പിളർന്നു ദാഹം പാരയെ പിളർന്നു ദാഹം പോക്കുമാവൻ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി മരുവിലൻ ദൈവം എനിക്കായി തരുമാവൻ പുതുമന്നാരുമതിയേ തരുമാവൻ പുതുമന്നാരുമതിയേ സങ്കേതവും എന്റെ ബലവും എന്റെ സങ്കേതവും എൻ രക്ഷയും യേശു അത്രേ ഹല്ലേലൂയാ എൻ രക്ഷയും യേശു അത്രേ ഹല്ലേലൂയാ സകലവും തീർന്നുപോയി സംഹാരദൂതൻ സംഹാരദൂതൻ എന്നെ കടന്നുപോയി സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി ഫറവോനു ഞാനിനി അടിമയല്ല ഫറവോനു ഞാനിനി അടിമയല്ല പരമസിയോനിൽ ഞാൻ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി ദൈവിക ഭവനവാതിൽ പുതുവീടുകളൊരുക്കിയവൻ ദൈവിക ഭവനവാതിൽ പുതുവീടുകളൊരുക്കിയവൻ വരുമേഘമാതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ഹല്ലേലൂയാ വരുമേഘമാതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ തന്തിരുനാമത്തിനാ മണ്ണിൽ നിന്നകെ സഹിച്ചവരെ തന്തിരുനാമത്തിനാ മണ്ണിൽ നിന്നകെ സഹിച്ചവരെ തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ ഹല്ലേലൂയാ ജീസസ് ഹല്ലേലൂയാ ആമേൻ 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 അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ സ്വന്തജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ സ്വന്തജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാം അവർ തന്നവരും ആമേൻ പ്രൈസ് ദി ലോർഡ് വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാം അവർ തന്നവരും
വരുത്തിടുവാൻ പ്രതിഫലം തന്നിടുവാൻ. Oh Jesus, hallelujah. Yes Jesus. നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും. നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. ആമേൻ. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. പരിപൂർണമായി രാജ്യമിപ്പാരിലും സ്ഥാപിതമാ. Yes Lord. പരിപൂർണമായ ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതം. ഹല്ലേലൂയ. യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും. നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. കാലമെല്ലാം കഴിയും. യെസ് ലോർഡ്. ഇന്നു കാണുന്നതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും. ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതിതം നിത്യത. യെസ് ഹല്ലേലൂയ. തിരികെ വരാതിതം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും. നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും. നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും. Oh Jesus, hallelujah. Jesus, hallelujah. നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. ഇന്നു കാണുന്നതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും. ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതിതം. ആമേൻ. ഹല്ലേലൂയ. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതിതം നിത്യതയിൽ മറയൂ. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതിതം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും. നാളുകൾ നമ്മുടെ ആദികൾ. യെസ് ലോർഡ്. അധികമില്ല. ഓ ജീസസ് ഹല്ലേലൂയ. യേശു വരാൻ കാലമായി. യേശു വരാൻ കാലമായി. അധികമില്ലിനിയും. നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. ആമേൻ. അധികമില്ലിനിയും. നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. ആമേൻ. അധികമില്ലിനിയും. നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. Oh Jesus, hallelujah. Jesus, hallelujah. Jesus, hallelujah. Jesus, hallelujah. Jesus, hallelujah. Glory to God. Glory to God. Glory to God. Amen. 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 അധികമില്ല. കാലം അധികമില്ല. ജീസസ് ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവ് വരാൻ സമയമായി. വരാൻ കാലമായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. Jesus, hallelujah. Jesus, hallelujah. Jesus, hallelujah. Hallelujah. Jesus, hallelujah. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് എടുത്തു വരാം. തുടർന്നുള്ള സമയങ്ങൾ സഭായത്തിന്റെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോണ എല്ലാ ദൈവമക്കളും അല്പനിമിഷം കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. പ്രാരംഭ സമയം സിമി പ്രാർത്ഥിക്കും. അതിനുശേഷം രാജു ബ്രദറും പരസ്യമായിട്ട് പ്രാർത്ഥിക്കും. പ്രാരംഭ സമയം സിമി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല സ്തുതിക്ക് നല്ല പിതാവേ,
ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ പരിപാലിച്ച എല്ലാ വിധങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. അനർത്ഥങ്ങളിലും അപകടങ്ങളെല്ലാം ദൈവം ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കന്യ കൃഷ്ണമണി പോലെ ദൈവം ഞങ്ങളെ പരിപാലിച്ചത് ഹല്ലേലൂയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. തന്നെല്ലാ നന്മകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അപ്പന്റെ പാദത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗം ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് രാത്രിയിലെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ. ബലം പകരുന്നവൻ, ശക്തി പകരുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി കാലം തേജസ്സിനായി ഞങ്ങൾ നിറയ്ക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം ഞങ്ങൾ മലയ്ക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഞങ്ങളെ സൂക്ഷിക്കും പരിപാലിക്കും ചെയ്യുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ കർത്താവേ. ദയ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭക്തന്മാരോട് വലുതായിരിക്കുന്നല്ലോ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയയ്ക്കുള്ള ഞങ്ങളെ പൊതിഞ്ഞ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ. അനർത്ഥങ്ങളൊന്നും വ്യസനത്തിന് കാരണമായി തീരാതവണ്ണം ദൈവം ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ഇന്നയോളം ദൈവം ഞങ്ങൾ നിർത്തിയ കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. രാത്രികാലം മഹത്വം ഞങ്ങൾ കാണുവാൻ സ്വർഗ്ഗം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നല്ല യഹോവ നല്ലവനല്ലോ. ആമേൻ. ഹല്ലേലൂയ. ആസ്തേക്കുമെന്ന് ഹല്ലേലൂയ പറയുവാൻ ആമേൻ സ്വർഗ്ഗം ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ആമേൻ രാത്രി ഞങ്ങളുടെ മധ്യയുള്ളതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. സകലത്തിനും മതിയായ ദൈവം. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യയുള്ളതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. രാത്രി കാലം കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു, സഭയാം കുടുംബങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. രാത്രി കാലം ആമേൻ ഓൺലൈനിലായിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ജോലിയായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കൃപയാദ്യം നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഐക്യമറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനർത്ഥങ്ങൾ അപകടങ്ങൾ ആപത്തുകളൊന്നും ഉണ്ടാകാതെ വേണം ദൈവം സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേരൊരിടത്തും ഭവിക്കാതെ ഒരു ബാധ്യം എടുക്കാതെ വേണം ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. രാത്രി രക്തത്തിന്റെ വളപ്പ് ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ മറയ്ക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ വലിയ കൃപ പകരണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അല്പസമയം ദിവസത്തിലായിരിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം മാറ്റുമറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. രാത്രി ഹല്ലേലൂയ വചനത്തെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ദൈവദാസനേശ്വരന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുമറകണം. ആമേൻ. ഹല്ലേലൂയ. വചനത്തിന്റെ വിടുതൽ ഇന്ന് രാത്രി കാലം ആമേൻ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹല്ലേലൂയ ഭവനങ്ങളിൽ കർത്താവേ. ആമേൻ. ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയായി വെളിപ്പെട്ട് വരുവാൻ ദൈവം സഹായിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. സ്തോത്രം. രാജു ബ്രദർ പ്രാർത്ഥിച്ചാണ്. കർത്താവേ സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പന്റെ പാദപീഠത്തിനോട് വീണ്ടും ഞങ്ങൾ കടന്നു വരുന്ന പിതാവേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവ് ഞങ്ങളുടെ പരിപാലിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ദൈവം ഞങ്ങൾ ചെയ്തതെന്ന എല്ലാ ഉപകാരങ്ങൾക്കുമായിട്ടും കർത്താവെ ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. കർത്താവെ ഇവിടെയുള്ള ഒരു പ്രാവശ്യം ഞങ്ങളുടെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിന്റെ സന്നിധിയിൽ കർത്താവ് നിൽക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് കാണുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാ സ്തോത്രം ദൈവം അറിയുന്നതിനായിട്ട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം. ദൈവസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ. കർത്താവിനെ മധ്യയുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവേ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾക്ക് വീണ്ടും കർത്താവെ വരും ദിവസങ്ങളിൽ കർത്താവ് ഒരുമിച്ചിരുന്ന് ആരാധിപ്പാൻ തക്കൊണ്ട് ദൈവം സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ മഹാവ്യാധികളെല്ലാം മാറിപ്പോകേണ്ടതായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു നീക്കുപോക്ക് നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങനെ വീക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ വെക്കുന്ന പിതാവേ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ ലോകത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. കർത്താവെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. കർത്താവെ ജോലിയിൽ പ്രയാസമുള്ളവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്ര ദൂഷണ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ ദൈവമേ ഞങ്ങളെല്ലാ വിഷയം ദൈവത്തിന് ഏൽപ്പിക്കുന്ന പിതാവേ സ്തോത്രം ചെയ്യുന്നു. കുറച്ച് സമയത്തെല്ലാം മാറി നിന്ന് കർത്താവ് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, സർവശക്തനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നോക്കണം. കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുന്നവർക്ക് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അർപ്പിച്ച ഓരോ സ്തോത്രങ്ങളും കർത്താവ് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സന്നിധിയിൽ കർത്താവെ ദൈവം പ്രസാദിക്കുന്ന യാഗമായി ഞങ്ങളുടെ ശരീരം തീർന്നപ്പോഴും കർത്താവെ ഈ ദിവസം കർത്താവ് ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതം കർത്താവ് ദൈവത്തിന്റെ
വിശുദ്ധിയുള്ളതായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അവിശ്വസ്തയാണ് ഇതിനോട് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശ്വാസത്തോടുകൂടി കർത്താവ് നിന്റെ സന്നിധിയിൽ നിൽപ്പാൻ തക്കോണം കർത്താവ്, ദൈവത്തെ സേവിപ്പാൻ തക്കോണം കർത്താവെ. ഒരു പ്രതീക്ഷയുണ്ട് കർത്താവ്, പ്രതീക്ഷ ജീവിപ്പാൻ തക്കോണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനുപരിയായി കർത്താവ് ജീവനപുസ്തകന്റെ പേര് എഴുതിയിരിക്കുന്നവർക്ക് കർത്താവെ ഞങ്ങളെ നന്ദി പറയുന്നു കർത്താവെ. നിത്യത നഷ്ടപ്പെടുന്നൊന്നും തന്നെ കർത്താവെ ഞങ്ങളുടെ ആരുടെ ജീവിതം ദൈവാനുവദിക്കില്ലേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വാഹനം ധരിക്കുമ്പോൾ കർത്താവ് എടുക്കപ്പെടണം കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. സൃഷ്ട ദേവദാസന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാം കർത്താവ് പങ്കെടുത്ത് നടത്തുമാറാകണമേ. പരിശുദ്ധാത്മാവ് ദൈവം നടത്തുന്നതായിട്ട് കർത്താവെ ഞങ്ങളെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. നിന്റെ സന്നിധി അടികളെ താഴ്ത്തി സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മ നടത്തുന്ന സ്തോത്രം കർത്താവ്. പ്രാർത്ഥനയായിട്ട് സ്തോത്രം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോൾ സ്റ്റാൻലി ചാൻ 65-ാം സങ്കീർത്തനം വായിക്കും. 65-ാം സങ്കീർത്തനം ദയവായി എല്ലാ ദൈവമക്കളും ദയവായി നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിച്ചാട്ടെ. കർത്താവിന്റെ വചനത്തിന്റെ ഭാഗം നമ്മളായിരിക്കുന്ന സമയങ്ങളാണ്. എല്ലാ ദൈവമക്കളും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് സഹകരിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. 65-ാമത്തെ സങ്കീർത്തനം ഇപ്പോൾ സ്റ്റാൻലി ചാൻ പരസ്യമായിട്ട് വായിക്കും. സങ്കീർത്തനങ്ങൾ 65. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ ബലം അരക്കി കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂസീമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിന്റെയും അസ്തമനത്തിന്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിന്റെ ഒഴിവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ആ ഒരു വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. 11, 12, 13 വാക്യങ്ങൾ എല്ലാവരും ഉച്ചത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ഉച്ചത്തിൽ വായിച്ചാട്ടെ. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടിപൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്ന വാർക്കയും പാടുകയും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. സാക്ഷ്യത്തിനായിട്ട് അല്പസമയം വേർതിരിക്കുകയാണ്. ഇപ്പോ സാക്ഷ്യം പറയാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറയാം. അന്ന ഷിബു ഇപ്പോൾ സാക്ഷ്യം പറയും. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും എന്നെ അറിയണമെന്നില്ല. ഞങ്ങൾ ചർച്ചിലെ ഷൗമേലങ്ങളുടെ മകൾ നേഹയുടെ കൂടെ പഠിച്ചതാണ്. 10th വരെ ഞാൻ കുവൈറ്റിലായിരുന്നു. അവളുടെ കൂടെ ഞാൻ പഠിച്ചതാണ്. ഇപ്പൊ ഞാൻ പ്രസന്റ്ലി ഞാൻ നാട്ടിലാണ്. 11th and 12th ഞാൻ ചെയ്യാൻ വേണ്ടി ഞാൻ നാട്ടിൽ വന്നതാണ്. ഇപ്പൊ ഞാൻ എല്ലാവരും അറിഞ്ഞ പോലെ CBSE +2 എക്സാം ക്യാൻസൽ ആക്കി. അപ്പോൾ റിസൾട്ട് ഇതുവരെ റിസൾട്ട് ഇപ്പോഴും എക്സ്പെക്ടിങ് ആണ്. ജൂൺ 30 അടുത്ത മാസം 31st റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, റിസൾട്ട് നല്ലതായി കിട്ടാൻ വേണ്ടി. പിന്നെ ഞാനിപ്പോ 3-5-6 കോളേജിലൊക്കെ അഡ്മിഷന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി നല്ല ദൈവീകത പ്രകാരം ഒരു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ പപ്പയും മമ്മിയും ഒക്കെ, പപ്പ കുവൈറ്റിലാണ് ഇപ്പോഴും. മമ്മി ഇപ്പൊ നാട്ടിലുണ്ട്. മമ്മിയും ഞാനും അനിയനും നാട്ടിലാണിപ്പോ. അപ്പോൾ എല്ലാവരും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. പിന്നെ ഒരാഴ്ചക്കാലം ദൈവം ഇത്രയും മാസം ഇവിടെ നാട്ടിൽ വന്നേ പിന്നെ ദൈവം എല്ലാം സുരക്ഷിതമായ ദൈവം
കാത്ത് പരിപാലിച്ചു. മമ്മിക്ക് പല പ്രാവശ്യമായിട്ട് കോവിഡ് വന്നു. ദൈവം സഹായിച്ച് ഒന്നും അനർത്ഥം വ്യസന കാരണമാകാതെ ദൈവം മമ്മിയെ സൂക്ഷിച്ചു. തുടർച്ചയെ മമ്മിക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും അനിയന് വേണ്ടിയും പപ്പയ്ക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥന ചോദിക്കുന്നു. എന്റെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ ശക്തിയോടെ ദൈവം നമ്മുടെ നടുവിൽ ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരു എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. അതുപോലെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൾക്ക് ഒരു അഡ്മിഷൻ തക്ക സമയത്ത് നല്ല കോളേജിൽ ദൈവം കൊടുക്കേണ്ടതിനായി നമുക്ക് ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ ഈ വിഷയം എല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, മനോഹരമായ നല്ല രാത്രിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കടന്നു വന്ന് ദൈവം ചെയ്ത ഹല്ലേലൂയ അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ ഒരു അവസരം കൂടെ ദൈവം ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സാക്ഷ്യം പറഞ്ഞ ഹല്ലേലൂയ ദൈവവൈതലിനെ അവിടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരം കർത്താവേ ദൈവഹിതം പോലെ നല്ലൊരു അഡ്മിഷൻ അവർക്ക് ദൈവം കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. ഇതിൽ പറഞ്ഞതുപോലെ ഹല്ലേലൂയ അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ പല പ്രാവശ്യം കോവിഡിന്റെ ഭാരത്താൽ ഹല്ലേലൂയ ഭാരപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കർത്താവേ ഹല്ലേലൂയ കരം പിടിച്ചു വഴി നടത്തിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. പ്രതികൂലത്തിന്റെയും നടുവിൽ ദേശത്തു ദൈവം നിർത്തിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബത്തെ അവിടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം പോലെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഹല്ലേലൂയ ആലോചന പറഞ്ഞു കൊടുത്ത് വഴി നടത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് വചനമായി കടന്നു ദൈവദാസനെ അവിടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ഹല്ലേലൂയ ശക്തമായി ഞങ്ങളോട് ഇടപെടുന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും ഹല്ലേലൂയ രോഗസൗഖ്യമാക്കി ദൈവം മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ അവിടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം വലിയ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ട സ്തോത്രം ഞങ്ങൾക്കായി ജീവന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. തുറന്നുള്ള സമയങ്ങൾ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടുള്ള അവസരമാണ്. എല്ലാ ദൈവമക്കളും ഇനി വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കണം. ആരും ദയവായിട്ട് വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കരുത്. കർത്താവിന്റെ ദാസൻ ബെന്നി മുക്കൂട്ടുതറയാണ് ശുശ്രൂഷിക്കുന്നത്. കർത്താവിന്റെ അഭിഷിക്ത ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തലമുറയിൽ ദൈവം ശക്തിയോട് ഉപയോഗിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത ദാസനാണ് പാസ്റ്റർ ബെന്നി മുക്കൂട്ടുതറ. ഇന്ന് രാത്രി ദൈവം നമ്മുടെ നടുവിൽ അയച്ചല്ലോ. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങളെല്ലാം ചേർത്തടിച്ച് കർത്താവിന്റെ ദാസനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. തുറന്നുള്ള സമയം ദൈവത്തിന്റെ ദാസനെ ശുശ്രൂഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമായ ഈ ആരാധനയുടെ വ്യത്യസ്തമായ സ്ഥലത്തും വ്യത്യസ്തമായ സമയത്തും ഇരുന്നവരെ ആത്മാവിൽ പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനിയ കർത്താവിദാസ പാസ്റ്റർ സാമുവേൽ അവറുകൾ ഈ ആത്മീയ ആരാധനയിൽ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി പ്രിയപ്പെട്ടവർ, ഈ ഫാറ്റും പങ്കെടുക്കുന്ന ആദരണീയരായ എല്ലാ മാന്യ മിത്രങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം നിറഞ്ഞ വന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഈ മീറ്റിങ്ങിന് എനിക്ക് അറിയിപ്പ് ലഭിക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് എൻ്റെ മോളുടെ എക്സാം കഴിഞ്ഞ് ഇന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്. ഇന്ന് ഇപ്രകാരം ഒരു സന്ദേശത്തിന് എനിക്ക് ക്ഷണം ലഭിച്ചത്. ഏത് സമയത്തും ഒരുങ്ങി ഇരിക്കുന്നത് കൊണ്ട് കർത്താവ് നൽകിയൊരു അവസരമായി ഞാനിത് കരുതി ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എനിക്ക് നിയോഗം ലഭിച്ചത് കൊണ്ട് നിങ്ങളോട് ഒപ്പമായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തൊട്ട് മുൻപ് എനിക്ക് ഞങ്ങളുടെ സഭയുടെ നടന്ന ഒരു യാത്രയപ്പ് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് ആദ്യം മുതൽ എനിക്ക് ആരാധന സംബന്ധിപ്പാൻ കഴിഞ്ഞില്ല. ഇപ്രകാരമുള്ള ഒരു ആരാധനയിൽ ഞാൻ സാധാരണ ഇടയിൽ വെച്ച് കേടാറില്ല. പ്രാരംഭത്തിൽ തന്നെ ആത്മീയ ആരാധനയിൽ പങ്കെടുത്ത് ദൈവദാസന്മാരോട് ദൈവസഭയോട് ചേർന്ന് ആരാധിക്കുക പതിവാണ്. എങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കർത്താവ് നമ്മെ ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വേഗത്തിൽ ദൈവ വചനത്തിലേക്ക് പ്രവേശിപ്പാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നു. ചില 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു സഭയുടെ ക്ഷണപ്രകാരം ഒരാഴ്ച നടന്ന ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിൽ കുവൈറ്റിൽ വരുവാൻ കർത്താവ് എനിക്കൊരു അവസരം നൽകിയിട്ടുണ്ട്. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
മുഖവരയ്ക്ക് തൽക്കാലം വിരാമം കുറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ദൈവ വചനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വളരെ ശ്രദ്ധ എനിക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളോട് അറിയിക്കേണ്ടതിന് നിങ്ങളുടെ ശ്രദ്ധയും സമയാസമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവ ആലോചന നിങ്ങളുടെ മേൽ പകരേണ്ടതിന് ദൈവത്തിനും നിങ്ങളുടെ ഏകാഗ്രത വളരെ ആവശ്യമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-25 മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 24 and 25. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. അവസാന പദം ഒരിക്കൽ കൂടി, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ഒരിക്കൽ കൂടി, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യുക. വളരെ സുപ്രധാനമായ നിമിഷത്തിലേക്ക് നാം വരികയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട നന്ദി കരേറ്റലുകൾ, ആരാധനകൾ നാം കൊടുത്ത കഴിഞ്ഞ അനന്തരം ദൈവത്തിന് നമ്മളോട് സംസാരിപ്പാനുള്ള ദൈവ ശബ്ദത്തിന് വേണ്ടി കാതുർക്കുന്ന നിമിഷങ്ങളാണ് എന്ന് വളരെ അധികം നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ആത്മീയ ആരാധനയിലും പാട്ടിലും അന്യഭാഷയിലും ആരാധനയുമുള്ള സുഷ്കാന്തി ദൈവ വചന കേൾവിയിൽ നമുക്കുള്ളതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് കാലാകാലങ്ങളിൽ നമ്മളോട് ഇടപെടാത്തതല്ല, നമ്മളോട് സംസാരിക്കാത്തതല്ല, നാം അത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയാം, ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന നിമിത്തം സംഭവിക്കുന്നത് വലിയ ജയത്തോട് അടുക്കേണ്ട പലരും പരാജയത്തിലേക്ക് കൂപ്പുകൂത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വരാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന ചില പരീക്ഷകളെ ജയിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ വചനം ഈ ദിവസങ്ങളിൽ ദൈവസഭ സ്വീകരിപ്പാൻ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ ആലോചന അറിയിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, ഈ ദിവസങ്ങളിൽ ഒരു സൂം മീറ്റിങ്ങിന്റെ പരിധിയും പരിമിതിയും എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ശരീരം കൊണ്ട് ഈ സൂം മീറ്റിങ്ങിന് അത് ഹാജരാകുന്നു എന്നുള്ളത് സന്തോഷമാണെങ്കിലും മനസ്സ് ഇവിടെ ഹാജരാകണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ വരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-25. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇന്ന് രാത്രിയിൽ ആമെ കിഴവിക്കഥകളോ കർണ രസപ്രദമാകുമാറോ ഒന്നും പറയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ പക്കൽ നൽകിയ വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ സൂമിൽ വന്നിരിക്കുന്നത് കൊണ്ട് പ്രവചനം പറയാൻ ഞാൻ തയ്യാറാകണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ ഹൃദയം ഒരുക്കത്തോടെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് വെളിപ്പാടുകൾ, പ്രവചന ദൂതുകൾ കൈമാറുവാൻ ഉണ്ട് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. പ്രാരംഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോടായി, കുടുംബങ്ങളോടായി, വ്യക്തികളോടായി പറയാനൊരു വെളിപ്പാട്, വരാൻ പോകുന്ന ചില പരിശോധനകൾ, വരാൻ പോകുന്ന ഒരു പരീക്ഷണങ്ങൾ, ഉടഗമന ജഗസ്യ, അതിനെ ജയിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് പറയുന്നു, വചനത്തെ ഈ ദിവസങ്ങളിൽ മാറോട് ചേർത്ത് വെക്കാൻ, ഹൃദയത്തിന്റെ അകത്തേക്ക് പകരുവാൻ, നിങ്ങൾ തുറന്ന പാത്രം പോലും ഏൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആരാധന, നമ്മുടെ ദൈവം ആരാധന പ്രിയൻ അല്ല, ആരാധന കൊതിയനുമല്ല, ആരാധനയ്ക്ക് യോഗ്യനാണ്. കോപപാത്രങ്ങളായ നമ്മെ കരുണാപാത്രങ്ങളാക്കി മാറ്റിയത് നമ്മുടെ കുടുംബത്തിന്റെ മേന്മയല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയുമല്ല, സമ്പത്തിന്റെ ബാലൻസുമല്ല, ദൈവത്തിന്റെ കരുണയാണ്. അതുകൊണ്ട് ഓരോ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നമുക്ക് ചേർന്ന് അധരങ്ങൾ തുറന്നു ഹൃദയത്തിനുള്ളിൽ നിന്ന് പറയണം, ഞാൻ ആകുന്നത് കൃപയാലാണ്, ഞാൻ ആകുന്നത് കൃപയാലാണ്. പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ ഒരു വെളിപ്പാട് പറയുന്നു, ജുഡലമനഗസിയ, ഈ ദിവസങ്ങളിൽ ജുഡര ജഗന സംതര ജൂഡൽ കമനഗതിയ, ചില പരീക്ഷണങ്ങൾ, ചില പരിശോധനകൾ വരേണ്ടതിന് ചില അനുഭവങ്ങൾ ദൈവാത്മാവ് കാണുന്നു. അതിന്മേൽ ജയം ഏറ്റെടുക്കുവാൻ ആവശ്യമായ
പ്രത്യാശ നിർഭരമായ വചനം നിങ്ങൾ കൈക്കൊള്ളുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. വായിച്ച ഭാഗം ഇങ്ങനെയാണ്: യേശുവിന്റെ ഗിരിപ്രഭാഷണം എന്നറിയുന്ന സകല ജാതീയ മതസ്ഥരും ഒന്നുപോലെ ബൈബിൾ സകലം വിശ്വസിക്കുന്നില്ലെങ്കിലും യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണം എന്നറിയുന്ന, പർവ്വത പ്രസംഗം എന്നറിയുന്ന, സമതല പ്രസംഗം എന്നറിയുന്ന 5, 6, 7 അധ്യായങ്ങളിൽ 7ാമത്തെ അധ്യായത്തിൽ പലതും പറഞ്ഞനന്തരം, വചനം പറഞ്ഞനന്തരം യേശു കർത്താവ് പറയുന്നൊരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. നമുക്കറിയാം ഈ ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യേശു പുരുഷാരത്തെ കണ്ടാറെ മലമുകളിൽ കയറി തിരുവായി മൊഴിഞ്ഞ് അവരോട് സംസാരിച്ചതെന്നാൽ, വാസ്തവത്തിൽ ഇവിടെ പുരുഷാരം എന്നൊരു പദം കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ശിഷ്യന്മാരോടാണ് പറഞ്ഞു തുടങ്ങിയത്. ലൂക്കോസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ, യേശുവിന്റെ ശുശ്രൂഷ ആരംഭ ഘട്ടങ്ങളിലൊക്കെ ഒട്ടനവധി പ്രാവശ്യം പള്ളികളിലാണെങ്കിലും പിന്നത്തേതിൽ ആ ശുശ്രൂഷകൾ പുരുഷാരത്തിന്റെ ഇടയിലേക്ക് വ്യാപരിച്ചതുപോലെ ഉടര മനയ സൈതൽ കമനയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രിയിൽ കർത്താവേ, എന്റെ അനുഭവത്തിന് ഒരു എലാബറേഷൻ, ഒരു വിശാലത, ഒരു വിസ്തൃതി വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു. ദൈവം അത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അവരോട് പറഞ്ഞു തുടങ്ങുന്നത് എന്തെന്നാൽ എന്ന് തുടങ്ങിയ പദങ്ങൾ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. ഒരു കാര്യം നന്നായി ശ്രദ്ധിച്ചുകൊള്ളുക, വേദ പുസ്തകത്തിനകത്ത് അഥവാ വിശേഷാൽ സുവിശേഷത്തിനകത്ത് യേശു കർത്താവ് വചനത്തിന് വളരെ 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 ഇമ്പോർട്ടന്റും പുരുഷാരം വചനം കേൾക്കുവാൻ കാതോർക്കുന്നതും നമുക്ക് ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്: യേശു പുരുഷാരത്തോട് വചനം സംസാരിച്ചു തുടങ്ങുകയാൽ. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഉടയ മനയ റകത്തുനി ജൂഡൽ കമനഗതിയ. യേശു സ്വയമായി ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞതെല്ലാം പിതാവിന്റെ മനസ്സിലെ ഹിതങ്ങളാണ്, പിതാവിന്റെ ആലോചനകളാണ് യേശു പ്രസ്താവിച്ചതെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാകുന്ന മനസ്സുള്ള ജനത്തിന്റെ നടുവിൽ അത്ഭുതം വെളിപ്പെട്ടു വന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം ഇന്ന് രാത്രി ഓർപ്പിച്ചുകൊള്ളുക, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവ വചനത്തിലുള്ള ഉറപ്പാണ്. ദൈവ വചനത്തിലുള്ള ഉറപ്പാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഏത് പ്രതിസന്ധികൾ ഏത് സമയത്ത്, അത് ഓഫീസിലാകാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാകാം, ശുശ്രൂഷിക്കുന്ന സ്ഥലത്താകാം, യാത്ര വേളകളിലാകാം, ഏതെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കോട് മണിക്കൂറോളം പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞെന്ന് വരില്ല, കൈയടിച്ച് ആരാധിപ്പാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, അന്യഭാഷ പറയാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. പക്ഷേ നാം നാളുകളായി വിശ്വസിക്കുന്നതും നമ്മളോട് ഇടപെട്ടതും വായനയിലും ധ്യാനത്തിലും പരിശുദ്ധാത്മാവ് ഇടപെട്ടതുമായ ദൈവത്തിന്റെ വചന ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതി വെച്ചത് ആ സമയത്ത് പൊന്തി വരികയും അതിൽ ആശ്രയിക്കുകയും പ്രത്യാശപരമായ ഉറപ്പ് ലഭിക്കുകയും ചെയ്യും. നമുക്കറിയാം, യേശു കർത്താവിന്റെ അടുക്കലേക്ക് സാത്താൻ പ്രവേശിക്കുമ്പോൾ യേശു അതിനെ നേരിട്ടത് ദൈവ വചനത്താലാണ്. ഉടക മനയ റഗതൽ കമനക സംതൽ കമനക. എന്തുകൊണ്ടാണ് ദൈവ മക്കൾ എന്ന് പറയുന്ന, എന്തുകൊണ്ടാണ് വിശ്വാസികൾ എന്ന് പറയുന്ന ജനം പലപ്പോഴും പ്രതിസന്ധികളിൽ പതറിപ്പോകുന്നത്? അവർ ആരാധിക്കാത്തവരല്ല, ഹല്ലേലൂയ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്താറില്ല, പെടുത്താത്തവരല്ല, പക്ഷെ എന്തല്ല, ദൈവ വചനത്തിൽ ശ്രദ്ധയുള്ളവരല്ല, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസമുള്ളവരല്ല, ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കായക കൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർ ഇളകിപ്പോകുന്നു. നമുക്കറിയാം, യേശു കർത്താവിന്റെ ശുശ്രൂഷയിലൊക്കെ യേശു പ്രാധാന്യം നൽകിയത് ദൈവത്തിന്റെ വചനത്തിലാണ്. തെറ്റിദ്ധരിക്കപ്പെടരുത്. അത്ഭുതങ്ങൾ നടക്കുകയില്ലെന്നോ അതിശയം നടക്കുകയില്ലെന്നോ അല്ല പറയുന്നത്. നമുക്കറിയാം, ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ട്. ചിലരെ ഇടയന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ അപ്പോസ്തലന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും, സുവിശേഷകന്മാരായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ എന്നെ കർത്താവ് തെരഞ്ഞെടുത്തത് ഒരു പ്രവാചകനായിട്ടാണ്. 1991 ഓഗസ്റ്റ് മാസം 22-ാം തീയതി കർത്താവ് എന്നെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ ഒരു പ്രീതി തോന്നി. ഒരു പേപ്പർ പൂരിപ്പിച്ചു കൊടുത്തതല്ല. നമ്മൾ അങ്ങനെയല്ല, ആരെങ്കിലും കൈപൊക്ക് എന്ന് പറഞ്ഞ് കൈപൊക്കിയതല്ല.
രക്ഷിക്കപ്പെടാൻ വേണ്ടി അമ്മ മനസ്സ് വെക്കെന്ന് പറഞ്ഞതല്ല, ഒരു പാപബോധം വന്നനന്തരം ഹല്ലേലൂയ സ്തോത്രം ആമേ എനിക്ക് ഈ യേശുവിനെ വേണമെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിനെ സ്വീകരിപ്പാൻ ഒരു ഭാഗ്യം എനിക്ക് നൽകി. ഒരു കാര്യം ഞാൻ പറയട്ടെ, യേശു വചനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞനന്തരം ഇതാ 4 പേർ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവരികയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത് കേട്ടോ, വചനം കേൾപ്പാനുള്ള താല്പര്യവും വചനം ധ്യാനിപ്പാനുള്ള കൊതിയും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനിടയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ സ്വർഗം നടത്തി തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം ലൂക്കോസ് വിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുമ്പോൾ അവിടെ കേൾക്കണം കേട്ടോ, ഒരു വാക്കുണ്ട്, ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഇല്ലാത്തവരല്ല, പ്രതിസന്ധികൾ ഇല്ലാത്തവരല്ല, പ്രതികൂലങ്ങൾ ഇല്ലാത്തവരല്ല. ജനം ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് ഞാൻ വരാം. നിങ്ങളൊരു വിടുതൽ കൊതിക്കുന്നവരാണ്, ഒരു ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്നവരാണ്. അത് സന്ദേശത്തിൽ വരുമെന്ന് എനിക്കറിയാം. 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ആമേ അവിടെ യേശുവിന്റെ അടുക്കൽ വരാൻ അവർ തിക്കിത്തിരക്കിയത് എന്താണെന്ന് രേഖപ്പെടുത്തിയത് ഒന്ന് വായിച്ചു നോക്കിക്കേ. പുരുഷാരം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതിന് അവർ തിക്കിത്തിരക്കുകയാൽ. അപ്പൊ പുരുഷാരം ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കുള്ള തിക്കിത്തിരക്കൽ എന്താണ്? ഉടകവന ജഗനക സന്തൽക്കമനയ എന്നോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ, എന്നോട് ഇടപെടണമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലെ സംസാരിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കലും ആകരുത്. ഒരു കാര്യം ജനം അറിയണം. ആമൻ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നു, ക്ഷീണം തോന്നുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടണം എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. യിരെമ്യാ പ്രവചനം 42-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ചു തരണം. ഓ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും. ഇന്ന് രാത്രി ചിലരുടെ ഇരിപ്പ് കണ്ടാൽ എല്ലാം തികഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരാളായത് കൊണ്ട് ചിലരുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ എന്തൊക്കെ ആയെന്നും എന്തൊക്കെയോ തികഞ്ഞു എന്നൊരു ചിന്തയൊക്കെ നമുക്ക് വരുന്ന സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിച്ചു, വചനം പറയുന്നത് ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി, സഞ്ചരിക്കേണ്ട വഴിയും നീ ഞങ്ങളെ അറിയിക്കണം. അപ്പൊ എന്തിനാണ് അത് അറിയിക്കേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ യിരെമ്യാ പ്രവചനം 42-ന്റെ 6-ൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ നിന്നെ പറഞ്ഞേക്കും ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന്. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേൾക്കും. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പറയുമ്പോൾ, ഞങ്ങളോട് ഇടപെടണമേ എന്ന് പറയുമ്പോൾ, ഉടകബല രഗതൽ കമനക സന്തൽ കമനയ ദൈവസഭയോട് ചോദിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ സൂമിനകത്ത് ഈ സഭയിലെ അംഗങ്ങളല്ലാത്തവരും ഉണ്ടാകാം, ആരുമാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്പർ 1 ദൈവസഭയോട് ചോദിക്കുന്നു, ദൈവസഭയിലെ അംഗങ്ങളോട് ചോദിക്കുന്നു, ഈ സൂമിൽ പങ്കെടുക്കുന്ന ബഹുമാനി പ്രിയപ്പെട്ടോട് ചോദിക്കുന്നു. ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന്. ഉടമന ജഗസ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമുക്ക് ഗുണം വരേണ്ടതിന്, നമുക്ക് നന്മ വരേണ്ടതിന്, നന്നു വരേണ്ടതിന് എന്ത് ചെയ്യണം? അവന്റെ വാക്ക് കേട്ടാ പോരാ, കേട്ടനുസരിക്കേണ്ടതിന്. ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഞങ്ങൾ കേട്ടനുസരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ബഹുമാനി പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൈവിക ദൂതുകൾ, ദൈവത്തിന്റെ വചനങ്ങൾ ഒന്നുപോലും മറച്ചു വെക്കാതെ പറയാൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറയാറുണ്ട്. ഇന്നലെയും പകൽ വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ആ വചനം പറയുവാൻ ഒരു ഭയം തോന്നുമായിരുന്നു. പക്ഷെ ആ സന്ദേശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് ബോധമായി, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ വിട്ടൊഴിയുന്നു. അതിൽ പങ്കെടുത്തവർ സാധാരണക്കാരല്ല, ദൈവവചനത്തിന്റെ ആഴങ്ങളെ അറിയുന്നവരാണ്.
ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോടാണ് നമ്പർ 1. ഉടകബല ജരഘടക ശമനഘടക അംദുൽ ഖമനെ വൈഡൽ ഖമനക യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന്, സഭയ്ക്ക് ഗുണം വരേണ്ടതിന്, ഞങ്ങളുടെ കുടുംബത്തിന് ഗുണം വരേണ്ടതിന്, നിങ്ങൾക്ക് ഗുണം വരേണ്ടതിന്, അവൻ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കേട്ടനുസരിക്കാമെന്ന് എത്ര പേര് ഇന്ന് രാത്രി തീരുമാനമെടുപ്പാൻ കഴിയും? ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സകല പ്രാർത്ഥനാ വിഷയം ദൈവത്തിന് വലിയ വിഷയമല്ല എന്ന് ഞാൻ നിങ്ങളോട് തെളിയിക്കാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആരും ദുഃഖത്തോടെ പോകുകയില്ല. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആരും നിരാശയോടെ പോകില്ല, ആരും വിഷമത്തോടെ എഴുന്നേറ്റ് പോകുകയില്ല. ഇന്ന് രാത്രി ദൈവമാണോ സംസാരിക്കുന്നത്, അത് നിങ്ങൾക്ക് ഗുണമായി മാറും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളുക, വാക്യം കേട്ടോ, ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും നീ പറഞ്ഞോ, ഞങ്ങളത് കേൾക്കാം. ഉടരാമനയ സംതരാജാനകൾക്കമനയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു കാര്യം ഞാൻ പറയാം, ദീർഘവർഷങ്ങളായി കർത്താവിന്റെ വേലയിലായിരുന്നത് കൊണ്ട് ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് ഈ പ്രവചന ശുശ്രൂഷ ഇന്ന് വരെ ആക്ഷേപം വരാൻ ദൈവം എനിക്കിടയാക്കിയിട്ടില്ല. അതുകൊണ്ട് പരസ്യമായി ആരെയും ആക്ഷേപിക്കാറില്ല, ആരെയും കൈചൂണ്ടി കളിയാക്കാറില്ല. ഒരു കാര്യം ഞാൻ പൊതുവായി ചില കുറവുകൾ വിളിച്ചു പറയുമ്പോൾ അടുത്തിരിക്കുന്നവരോട് എന്ത് സംസാരിക്കുന്നു എന്ന് കേൾക്കാനല്ല ഞാനും നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നോട് എന്ത് ഇടപെടുന്നു അത് വചനത്തിൽ കൂടിയാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുക. നോക്കുക, യേശു പറയുന്നൊരു വാക്ക് നിങ്ങൾ കേൾക്കണം. എന്റെ ഈ വചനങ്ങളെ കേൾക്കുന്നവനല്ല, ധ്യാനിക്കുന്നവനല്ല, വായിക്കുന്നവനല്ല, എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെ ഉടരാമലക സന്തൽക്കമനയ. വചനം കേൾക്കാനുള്ളതാണ്, വചനം കൈക്കൊള്ളുവാനുള്ളതാണ്, വചനം വിശ്വസിക്കാനുള്ളതാണ്, വചനം പ്രമാണിപ്പാനുള്ളതാണ്. ഉടയാവന ഹത്തുരെ ജൂഡൽക്കമനയ. ഒരു കാര്യം ശ്രദ്ധിച്ചു, സാക്ഷ്യങ്ങളിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച തോറും അഥവാ നാട്ടിൽ ഞായറാഴ്ചകൾ തോറും ആമെ പറയുവാൻ വേണ്ടി കണ്ടെത്തുന്ന വാക്യങ്ങളല്ല, അതങ്ങനെ തന്നെയാകട്ടെ. ഇന്ന് രാത്രി ഒരു കാര്യം നന്നായി തിരിച്ചറിഞ്ഞോ, പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടോ, എന്റെ ഈ വചനങ്ങളെ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്ന ചില വാക്കുകളുണ്ട്, വായിക്കണ്ട. 15:3 പറയുന്നു, ഇപ്പോൾ കേട്ട ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. അപ്പോൾ ദൈവ വചനത്തിന്റെ ഒരു പ്രത്യേകത, ഒരു ശക്തി എന്ന് പറയുന്നത് ശുദ്ധീകരണം വരുത്തും. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണമുണ്ട്, യേശുവിന്റെ നാമത്താൽ ശുദ്ധീകരണമുണ്ട്, യേശുവിന്റെ വചനത്താൽ ശുദ്ധീകരണമുണ്ട്. ഉടൽക്കമന ജാനകൽക്കമന. ഞാൻ പറയട്ടെ, പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പിതാക്കന്മാരുടെ കാലത്തൊക്കെ ദൈവത്തിന്റെ വചനം ഘോഷിക്കുമ്പോൾ കൈ ചൂണ്ടാതെ തന്നെ അലറി വിളിച്ച പാപബോധം വന്ന് ആമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ജനം നെടുവീർപ്പെട്ട് കരഞ്ഞ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉടയവല ജഗന സന്തര ജൂഡേരികൾക്കമനയ. ഒരു കാര്യം ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, ഈ മഹാമാരി നീണ്ട മാസങ്ങളെ നിലനിൽക്കുന്നു, ദൈവം ഇടപെടുന്നില്ല. ദൈവം മൗനമായിരിക്കുകയാ. ഞാൻ പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഉടകമന ദൈവത്തിന് കഴിവ് കേടുകൊണ്ടല്ല, ഈ കോവിഡ് നിമിത്തം നെല്ലും പതിരും ഞാൻ വേർതിരിക്കുമെന്ന്. അടകമല ജുടകമനയ അന്തുര ജൂഡൽ സമ്പന്നനെയും ദരിദ്രനെയും വേർതിരിക്കുമെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. കാണാൻ കൊള്ളുന്നവനെ കൊള്ളാത്തവനും തമ്മിൽ വേർതിരിക്കുമെന്നല്ല പറഞ്ഞത്. നെല്ലും പതിരും തമ്മിൽ ഞാൻ വേർതിരിക്കും. ഉടയാബലക സംധുരി ജൂഡൽ കമനയ. നിങ്ങൾക്കറിയാമോ? അറിയാം. 1 പത്രോസ് 4:12 ഇങ്ങനെ പറയുന്നു, പ്രിയമുള്ളവരെ, പരീക്ഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ അപൂർവ കാര്യം സംഭവിച്ചെന്നോർത്ത് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ഒരിക്കൽ കൂടി പറയുന്നു, 1 പത്രോസ് 4:12 പറയുന്നു, പ്രിയമുള്ളവരെ, പരീക്ഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ അപൂർവ കാര്യം വന്നുകൂടിയെന്നോർത്ത് അതിശയിച്ചു പോകരുത്. POC ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് വളരെ നല്ലതാണ്. അതിങ്ങനെയാണ്, പ്രിയമുള്ളവരെ, നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വന്നുകൂടിയിരിക്കുന്ന ഇത് യേശുവിന്
അധികാരമുള്ള നാമത്തിൽ ജയം. ഉടര മനയ ഹംദുൽക്കമനയ. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിനറിയണം ആരാണ് മരമെന്ന്, ദൈവത്തിനറിയണം ആരാണ് വൈക്കോലെന്ന്, ദൈവത്തിനറിയണം ആരാണ് വെള്ളിയെന്ന്, ആരാണ് പൊന്നെന്ന് തിരിച്ചറിയണം. ഉടലബല രഗതനി ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു കേട്ടോ. സഭാവിശ്വാസ കുടുംബങ്ങളോട് പറയുന്നു, ചിലർ അനുഭവിക്കുന്ന ചില പരിശോധനകൾ ഉടകാസി അത്തുരെ ചൂടൽക്കമനയ പൊന്നുപോലെ പുറത്തു വരാൻ ദൈവത്താൽ അയക്കപ്പെടുന്നതാണ്. അത് ദോഷങ്ങളെ പരിശോധിക്കുന്നവനല്ല എന്ന് എത്ര പേർ ഇന്ന് രാത്രികാലം തിരിച്ചറിയുന്നുണ്ട്. എല്ലാം പോരാട്ടങ്ങളല്ല, എല്ലാം ബന്ധനങ്ങളല്ല, ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ചില പരിശോധനകളാണ്. പാസ്റ്റേ എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു കേട്ടോ. അടകബല ദുരകടക മനയ രഗതി അച്ചുസ്കി അംദൽക്കൽ. കർത്താവിന്റെ ദാസൻ അങ്ങനെ പറയാൻ പറയുന്നു. ചില പരിശോധനകൾ അടക മനയ ഹത്തുരെ ജൂഡൽ കമനി വൽഡ് നിഗദൽ കമന ജാനക സത്തുരെ ജൂഡൽ കമനയ. സകലം അകന്നു മാറി നിൽക്കുമ്പോഴും പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും അവനറിയ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഉടയ റഗത്തി ജേനിക സബ്ദൽ കമനയ. ഇന്ന് രാത്രി ഒരു കാര്യം ശ്രദ്ധിച്ചോ, ദൈവസഭയ്ക്ക് 20-ൽ പരം വരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 20-ൽ പരം വരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വരങ്ങൾ ഒരു വരമാണ് കഷ്ടം അനുഭവിക്കാനുള്ള വരം. ഉടയാ വലയ രഗതിനി അച്ചസേ റീബൽ ഖമനഗതിയ. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് രോഗം വരികയില്ലെന്നും കഷ്ടം വരികയില്ലെന്നും പഠിപ്പിക്കലുണ്ട്. അത് വേദപുസ്തക അടിസ്ഥാനമല്ല. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഈ വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരയില്ല. നാം ഭൂമിയിലേക്ക് നോക്കി നടക്കുന്നവരല്ല, ഭൂമിയിൽ ജീവിക്കുന്നവരാണെങ്കിലും ഭൂമിയിലേക്ക് നോക്കി നടക്കുന്നവരല്ല, ഉയരത്തിലുള്ളത് നോക്കി നടക്കുന്നവരാണ്. ഒരു കാര്യം ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞു, അവൻ വരും നമ്മെ ചേർക്കാൻ. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? ഈ ആത്മീയ ആരാധനയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവർ ഒരു ആശ്വാസത്തിന് വേണ്ടിയും ഒരു വിടുതലിന് വേണ്ടി ഒക്കെയാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം ഈ സന്ദേശം തീരുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് തരും. പക്ഷെ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ദൂതുകൾ മറച്ചു വെക്കാൻ കഴിയുകയില്ലല്ലോ. അത് നിങ്ങൾക്ക് വിടുതലായി മാറുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേട്ടോ, ഒരു നാഥാൻ പ്രവാചകൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നതാണ് ഇസ്രായേലിൽ ഒരു രാജാവില്ലാതെ പോകാൻ കാരണമായത്. ഹല്ലേലൂയ. ഒരു നാഥാൻ പ്രവാചകന്റെ മുഖത്ത് നോക്കിയുള്ള ഒരൊറ്റ ദൂതാണ് ഇസ്രായേലിൽ രാജാവ് അവൻ നിലനിൽക്കാൻ കാരണമായത്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂത് നമ്മെ കൊല്ലുന്നതല്ല, ദൈവത്തിന്റെ ദൂത് നമ്മെ ഇല്ലാതാക്കുന്നതല്ല, ദൈവത്തിന്റെ ദൂത് നമ്മെ പണിയുന്നതാണ്. ലൂക്കോസ് വിശേഷം 5:1 പറയുന്നു, അവൻ ഈ വചനങ്ങളൊക്കെ ജനത്തോട് പറഞ്ഞ ശേഷം ജനം എത്ര ധൃതി വെച്ചാലും ഹല്ലേലൂയ അത്ഭുതം ചെയ്യ്, ഹല്ലേലൂയ അത്ഭുതം ചെയ്യ്, അത്ഭുതം ചെയ്യ് എന്നൊക്കെ ജനം ബഹളം കൂട്ടിയാലും യേശു കർത്താവ് ചാടിയില്ല. ഉടവാല ഹത്തര ചൂടാലവ സന്തൽക്കമനയ. യേശു കർത്താവ് ഇളകിയില്ല. പിതാവേൽപ്പിച്ച ദൈവത്തിന്റെ വചനം പറയുന്നത് വരെ ഉടവൽ യേശു കർത്താവ് പറയുന്നു തന്റെ ജനത്തോട് വചനം പറഞ്ഞ് തീർന്ന ശേഷം അവൻ പറയാനുള്ളത് പറഞ്ഞ അനന്തരമാണ് അടുത്ത പ്രോഗ്രാമിലേക്ക് യേശു കാലുവെച്ചത്. ഇത് വേദപുസ്തകത്തിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ 12ാമത്തെ വയസ്സിൽ പെരുന്നാളിന് പോകുമ്പോൾ മടങ്ങി യാത്രയിൽ യേശു കർത്താവിനെ കാണുന്നില്ല. ഒരു ദിവസത്തെ വഴി ഏകദേശം 30-40 കിലോമീറ്റർ എന്നാണ് ഒരു കണക്ക്. എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു വ്യക്തി, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നടക്കുന്നത് 30-40 കിലോമീറ്റർ ആയിക്കോട്ടെ, 30-40 കിലോമീറ്റർ ഒരു ദിവസത്തെ വഴി സഞ്ചരിച്ചു വരുമ്പോഴാണ് യേശു കർത്താവിനെ കണ്ടില്ല. അവര് ചാർച്ചക്കാരുടെ ബന്ധുമിത്രാദികളെ ഇടയിൽ അന്വേഷിച്ചു. ശ്രദ്ധിച്ചോ, ഒരു വെളിപ്പാട് പറയാനുണ്ട്, ഒരു ദൂത് പറയാൻ, പ്രവചന ദൂത് പറയാനുണ്ട്. 3 ദിവസത്തെ വഴി അവർ തീർന്ന ശേഷം 4ാം ദിവസമാണ് അവർ യെരൂശലേമിലെത്തുന്നത്. ഒരു കാര്യം നന്നായി ശ്രദ്ധിച്ചോ, ആലോചന കേട്ടതാണ് മറിയ. ഉടകബല ജഗന ഹംദുനെ ജൂഡാലകൽക്കവനയ. ഹല്ലേലൂയ. യേശുവിനെ പറ്റി ആലോചന കേട്ടവരാണ്. എന്നാൽ അവർ 4 ദിവസം അന്വേഷിക്കേണ്ട ഇടങ്ങളിൽ അന്വേഷിക്കാതെ, പ്രതീക്ഷിക്കേണ്ട ഇടങ്ങളിൽ പ്രതീക്ഷിക്കാതെ അവിടെയും ഇവിടെയും നടന്ന് സമയം കളഞ്ഞു. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, വെറുതെ
ഞാൻ സമയം കളഞ്ഞല്ലോ. ഉടരാ മനയ റകത്തുനി ജൂഡാലകൾക്ക് അന്ധർക്കമനക, വെറുതെ ഞാൻ സമയം കളഞ്ഞല്ലോ, വെറുതെ എന്റെ ജീവിതം നഷ്ടമാക്കിയല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഉടയാമനക സത്തുൽക്കമന, ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് കിടക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. യേശു കർത്താവിനെ അന്വേഷിച്ചപ്പോൾ കാണാൻ കഴിയുന്നത് അവര് പോലും അത്ഭുതപ്പെട്ടു പോയി. ഇതേന്റെ ന്യായശാസ്ത്രിമാരുടെ നടുവിൽ, സൈഡിലല്ല, അരികിലല്ല, പിറകിലല്ല, ഏതെങ്കിലും വശങ്ങളിലല്ല, നടുവിലിരിക്കുന്നു. അവരുടെ ഉപദേശം കേൾക്കുന്നു, സംശയം ചോദിക്കുന്നു, എന്നിട്ട് പറയുന്നു അവർക്ക് അത്ഭുതപ്പെടുമാർ. ഇവൻ ആരാണ് എന്ന് അത്ഭുതപ്പെടുമാർ. ഒരു കാര്യം ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, യേശുവിന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു, അവൻ ഭാരൻ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. ഇന്ന് രാത്രി നമ്മുടെ വളർച്ചകൾ കൊണ്ടുവന്നെത്തിക്കുന്നത് ഉടയാ മനക ഹംദര ജൂഡൽക്ക മനക. ബഹുമാനി പ്രിയപ്പെട്ടവരെ, സമ്പത്ത് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ല ജോലി വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ല വാഹനം വേണമെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു അളവുകോല് ഞാൻ എത്രമാത്രം ആത്മാവിൽ ബലപ്പെട്ടു, ആത്മാവിൽ എത്ര നിറഞ്ഞു എന്ന് ഇന്ന് രാത്രി നമ്മെ തന്നെ തിരിച്ചറിയുന്ന ഒരു രാത്രിയായി മാറട്ടെ എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് വന്ന് ചില ദൈവത്തിന്റെ ആലോചനകൾ പറഞ്ഞ് എന്റെ സന്ദേശത്തിന് വിരാമം കുറിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യേശു പറയുന്നൊരു ഭാഗം ഏകദേശം 5, 6, 7 അധ്യായങ്ങൾക്കകത്ത് ഏകദേശം 111ഓളം വാക്യങ്ങളുണ്ട്. എന്റെ ഈ വചനങ്ങളെ കേൾക്കുന്നവനല്ല, കേട്ട് ചെയ്യുന്നവനൊക്കെ യേശുവിന് അധികാരം. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയട്ടെ. ആരെ കൊണ്ട് പറ്റും? പ്രസംഗിക്കുന്ന താങ്കളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്ന ചില ചിന്തകൾ ആർക്കെങ്കിലും വരാം. ശ്രദ്ധിച്ചോ. ആരെ കൊണ്ട് പറ്റും ഈ വചനങ്ങളെ പ്രമാണിക്കാൻ? ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വചനത്തിനകത്താണ്. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ഈ ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരം ഉള്ളവയല്ല. ബഹുമാനി പ്രിയപ്പെട്ടവരെ, 100 വാക്യം കാണാതെ അറിയാമോ എന്നല്ല ഇവിടെ ചോദ്യം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവൻ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ അവൻ ചെയ്തു തരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേട്ടോ, നാം ചോദിക്കുന്നത് ചെയ്തു തരേണ്ടതിന് ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടോ, ഒരു വൻമഴ പ്രതീക്ഷിക്കാം. ഹല്ലേലൂയ. നദികൾ പൊങ്ങാം, കാറ്റടിക്കാം. ഉടരവല ഹത്തുരി ചൂടാലവ ഹംദേരിഗതി സൈതൽക്കമനയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന്റെയും ഈ COVID-19 ബാധിക്കപ്പെട്ടപ്പോൾ ചിലര് അത്യത്ഭുതമായി ആത്മീയ സമ്പന്നരായി മാറി. എന്നാൽ ഒട്ടുമിക്ക പലരും ആത്മീയ പിന്മാറ്റം ഉണ്ടായി എന്നാണ് ചിലന്ന് കേൾക്കുവാൻ ഇടവന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, എന്താ കാരണമെന്നറിയാമോ? ദൈവ വചനത്തിൽ അടിസ്ഥാനമിട്ട് പറയാൻ കഴിഞ്ഞില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെ പാറമേ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് ഏതാണ് ഈ വീട്? ജീവിതമാണ് വീട്. ഏതാണ് ഈ വീടിന്റെ അടിത്തറ? ക്രിസ്തുവാണ് അടിത്തറ. ഏതാണ് ഈ വീടിന്റെ ഫൗണ്ടേഷൻ? ദൈവത്തിന്റെ വചനമാണ്. ഉടയാവനക സൈതൽക്കമനയ. ഇങ്ങനെ പറയുന്നു, അവർ ദൈവശക്തിയെയും വചനത്തെയും അറിയാതെ കൊണ്ട് തെറ്റിപ്പോകുന്നു. ഉടയവല സന്തൽക്ക് ഇപ്രകാരം ഈ ദിവസമുള്ള സൂമീറ്റിംഗിൽ ഇപ്രകാരം വചനം പറയുമ്പോൾ അവൻ പലർക്കും ഇഷ്ടപ്പെട്ടു വരില്ല എന്നെനിക്കറിയാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച വചനങ്ങൾ ഇന്നലെ നാളെ നിങ്ങൾക്ക് ഉപകാരമായി മാറുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ഭയം വരാറുണ്ട്. ദൈവമേ, അങ്ങ് പറഞ്ഞ ദൂതുകളോ
വചനങ്ങളോ ഞാൻ പറയാതെ പോയോ, അങ്ങ് പറയരുതെന്ന് പറഞ്ഞ ഏതെങ്കിലും പറഞ്ഞു പോയോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു കേട്ടോ, വചനമറിയാതെ കാട് കയറി ജീവിക്കുന്നവരെ നിങ്ങൾ എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമുക്കറിയാം, വീണ്ടും വീണ്ടും ഒരേ വചനങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് ആത്മാവിന്റെ ഐക്യത മാത്രമല്ല, ദൈവത്തിന്റെ വചനങ്ങൾ ഏറ്റെടുക്കാത്തത് കൊണ്ട് വീണ്ടും നിങ്ങളെ തേടി വരുന്നു എന്ന് അത് തിരിച്ചറിഞ്ഞുകൊള്ളുക. യേശു കർത്താവ് പറയുന്നു, എന്റെ ഈ വചനങ്ങളെ, നമുക്കറിയാം 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരുമ്പോഴേക്കും പറയുന്നൊരു കാര്യമുണ്ട്. പുരുഷാരം പറയുന്നു, ഇവന്റെ യേശു ആമേൻ പറഞ്ഞു തീർന്ന ശേഷം അവർ പറഞ്ഞ വാക്യമുണ്ട്, അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചിട്ട് പറയുന്നു, അവരുടെ ശാസ്ത്രിമാരെ പോലല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവർ സംസാരിച്ചത്, ഉപദേശിച്ചത്. ഒരു കാര്യം എനിക്കറിയാം, ശിഷ്യന്മാർ അന്ന് കേൾക്കുമ്പോഴും ശിഷ്യന്മാരോട് പറയുമ്പോഴും ഇത് കേൾക്കുന്ന ഒരു പുരുഷാരമുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ, സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു സൂം മീറ്റിംഗ്, അത് ഫാസ്റ്റിംഗ് പ്രയറാകട്ടെ, ഉണർവ് യോഗങ്ങളാകട്ടെ, അത് നിങ്ങൾക്ക് മാത്രമല്ല ദേശത്തിനും പുരുഷാരത്തിനും വിടുതലായി മാറുമെന്ന് പറഞ്ഞാൽ, മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? പാടിയത് പൗലോസും ശീലാസും മാത്രമാണ്. 3 കാര്യം അവർ ചെയ്തു: പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു. ദാറ്റ് ഈസ് നോക്കിക്കേ, പാട്ട് ആരാധനയല്ല, ആരാധന ഭാഗമാണ്. സ്തുതി ആരാധനയല്ല, ആരാധനയുടെ ഭാഗമാണ്. നോക്കിയ 3 പദം 16-25 അപ്പോസ്തല പ്രവൃത്തിയുണ്ട്. അവർ പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. 3 കാര്യം അവർ പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു. അവൻ 3 കാര്യം അവർ ചെയ്തപ്പോൾ സ്വർഗം അവർക്ക് വേണ്ടി 3 കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? അടിസ്ഥാനം കുലുക്കി, ചങ്ങല അടിച്ചു, വാതിൽ തുറന്നു. ഇന്ന് രാത്രി ഉടവൽക്കൽ അടിസ്ഥാനം കുലുക്കാൻ വേണ്ടിയല്ല അവർ പ്രാർത്ഥിച്ചത്, വാതിൽ തുറക്കാൻ വേണ്ടിയല്ല അവർ സ്തുതിച്ചത്. പക്ഷെ ദൈവത്തിന് കൊടുക്കാനുള്ള മാനവും മഹത്വവും പരിസരങ്ങളെ മറന്ന്, വേദനകളെ മറന്ന്, അവർ ചെയ്യുവാൻ തയ്യാറായപ്പോൾ അത്യത്ഭുതമായൊരു പ്രവൃത്തി അവിടെ മുൻപിൽ വെളിപ്പെട്ടു വന്നെങ്കിൽ, ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബഹുമാനിയ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ശരീരമായി ബലമുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വ്യത്യസ്തമായ നിലകളിൽ ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, ജോലിപരമായ പ്രയാസങ്ങൾ ഉണ്ടാകാം, സാലറി ലഭിക്കാത്തവരുണ്ടാകാം, കുടുംബത്തെ പറ്റിയും വ്യക്തിപരമായി തലമുറയെ പറ്റിയും ഭാരപ്പെടുന്നവരുണ്ടാകാം. അതൊന്നും കാര്യമാക്കാതെ ഇന്ന് രാത്രി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ഈ പങ്കെടുക്കൽ ദൈവം കണക്കിടുമെന്നും അർത്ഥം അതിന് മറുപടി തരുമെന്നും സ്വാമി പറഞ്ഞ എത്ര പേർ സ്തോത്രം പറയാൻ തയ്യാറാണ്? ശാരീരികമായ ക്ഷീണം വകവെക്കാതെ ഈ സൂഫാറ്റുമുൽ കയറി ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിപ്പാനും വേണ്ടി സമയം കണ്ടെത്തിയ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത, ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില അത്യത്ഭുതമായ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര പേരാമൻ പറയാൻ തയ്യാറാണ്? ശ്രദ്ധിച്ചു, അവിടെ പ്രാർത്ഥന, അവിടെ പാട്ട്, അവിടെ ആരാധന, കൂടെയുള്ള തടവുകാർക്കും രക്ഷയായി മാറിയതുപോലെ എന്നോട് ദൈവത്തിന്റെ ആത്മാവിനെ പറയാൻ പറയുന്നു, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വിടുതലായി മാറാൻ പോകുക. ഈ സൂമിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽപ്പെട്ടവടങ്ങൾ ഉടകവല ജലഘടക അധുര ചൂടാലവസി അത്തുൽക്കവനഗതിയ, അത് ദൂരെയുള്ളവരായിരിക്കാം, സമീപമുള്ളവരായിരിക്കാം, അവർക്ക് വേണ്ടി അത്യത്ഭുതമായ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി വേഗത്തിൽ ഈ ഭാഗത്തേക്ക് വന്ന് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കേണ്ടതുണ്ട്. എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവൻ, ഏതാണ് ഈ വചനങ്ങൾ? 3 ഭാഗം 4 ഭാഗം ഓർപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ അവൻ കൊടുത്തിരിക്കുന്ന ഭാഗമുണ്ട്. ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ. ഇംഗ്ലീഷിൽ ബ്ലസ്ഡ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മലയാളത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്നും സന്തോഷമുള്ളവരെന്നും വ്യാഖ്യാനമുണ്ട്. ഇന്ന്
രാത്രി ദൈവത്തിന്റെ മുൻപിൽ വന്നിരിക്കുന്ന യേശു കർത്താവിന്റെ മുൻപിൽ വന്നിരിക്കുന്ന ശിഷ്യന്മാരോട് പറയുന്നത് കേട്ടോ, അവൻ പലതിലും നിങ്ങൾക്ക് കരുണ ലഭിക്കാനുണ്ടാകാം, നീതി ലഭിക്കാനുണ്ടാകാം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നത് കേട്ടോ, നീതി നിഷേധിക്കപ്പെട്ടവരായി ലഭിക്കേണ്ട നീതി, ന്യായമായി ലഭിക്കേണ്ട നന്മ ലഭിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അവൻ സ്വർഗം പറയുന്ന ഭാഗമുണ്ട്. നിങ്ങൾ ശപിക്കപ്പെട്ടവരല്ല, അല്ലെങ്കിൽ തള്ളപ്പെട്ടവരല്ല. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം. ഇന്ന് രാത്രി ഇതെന്റെ വാക്കല്ല, പരിശുദ്ധാത്മാവിന്റെ വാക്കാണ്. ഇതെന്റെ വാക്കല്ല, യേശുവിന്റെ വാക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്കൊന്ന് പറയാമോ? നിങ്ങളുടെ വലങ്കരം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഓ ഉടയ മനക സത്തുൽക്കമനക അന്തർക്കമനക തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ചതിനെ ആർക്കാണ് പ്രാകാൻ കഴിയുക? ദൈവം അനുഗ്രഹിച്ചതിനെ ആർക്കാണ് ശപിക്കാൻ കഴിയുക? ഉടകവല ജനഘടക അകതിനി അസി അത്തുടെ ചൂടൽക്കം ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു കേട്ടോ, ഒരു ശാപവും നമ്മുടെ മേലില്ല. ആമേ. പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് കേട്ടോ, നിങ്ങൾ ശപിക്കപ്പെട്ടവരല്ല. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ചു പാടിരിക്കുമ്പോൾ തന്നോട് പറഞ്ഞ പദമുണ്ട്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഉടകവല തകതുനി ഹത്തസി അത്തുണ്ടർ. കാരണം നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളതും ദൈവബലത്തിൽ ധൈര്യപ്പെടുന്നതും പിശാചിന്റെ ആക്രമണങ്ങൾക്ക് മൊഴിപിടിക്കുന്നതുമായ ഒരു വാക്ക് ഞാൻ പറയാം. ഇസ്രായേൽ മക്കൾ പൂന്തോട്ടം പോലെ അതിന് പടർന്നു കിടക്കുകയാണ്. എന്നാൽ അവരറിയാതെ അവരെ പ്രാകേണ്ടതിന്, അവരെ ശപിക്കേണ്ടതിന് കൂലി വാങ്ങിക്കൊടുതേ വരുന്നു ഒരുവൻ. പക്ഷേ അവരെ കണ്ടപ്പോൾ അവന്റെ വായില് ആലോചന മാറിയിട്ട് അവൻ പറയുന്നു, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? കൂടാനവ സങ്കൽക്കമനയ, നീയും നിന്റെ കുടുംബവും തകർന്നു പോകും, നീയും നിന്റെ സഭയും മുടിഞ്ഞു പോകും എന്നെല്ലാം ആരെല്ലാം തലയിൽ കൈവച്ച് പ്രാകിയാലും അത് ഏൽക്കുകയില്ല. ഉടരവല ഹത്തര ചൂടാനവാല അന്തൽക്കമൻ. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തിന് വിരോധമായി, ദൈവിക കുടുംബങ്ങൾക്ക് വിരോധമായി കൊടുത്തുവിടുന്ന ചില അമ്പുകൾ ആമൻ മതിൽ തട്ടി മുന ഒടിയുന്നത് പോലെ ഉടകവന വേദനയ അന്തര ചൂടാനവ ശൈതൽക്കമനയ. ഈ പ്രതിസന്ധികൾക്കകത്ത് ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് യേശുവിനെ ഉയർത്തുന്നതാകണം, ദൈവനാമം ഉയർത്തുന്നവനാകണം. സാത്താനെ ഉയർത്തുന്ന ഒരു മീറ്റിംഗ് അല്ലേ ഇത്? അടകവല ദുരകടക അന്തൽക്കമനക. അന്ന് തോറ്റവന്റെ കാര്യം പറയുന്നൊരു മീറ്റിംഗ് അല്ല, ജയാളിയെ പറ്റി ജയഘോഷം മുഴക്കുന്ന ഒരു പ്രാർത്ഥനയാണിതെന്ന് എത്ര പേര് ആമേൻ പറയാൻ ധൈര്യമുണ്ട്? ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്ന കേട്ടോ, ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിൽ ഒരു പരിചയമുണ്ട്. ദുഷ്ടന്റെ തീ അമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസമെന്ന് പരിച ഹൂറാമാല ഹംദര ചൂടക്കമ. ഇന്ന് രാത്രി ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറ, ഹല്ലേലൂയ. അത് കൂടാരത്തിൽ അടുക്കയില്ല, എന്റെ നേരെ വരികയില്ല. വന്നാലും അത് തട്ടിത്തെറിച്ചു മാറുന്ന ഒരു കാഴ്ച ആത്മാവിൽ കാണുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഒരു കല്ലുകൊണ്ടൊരു മതിൽമേലെറിയുന്നു, ആ മതിൽ കൊണ്ടിട്ട് ആ കല്ലുകൾ ചിതറിപ്പോകുന്നത് പോലെ ഉടരവല റകതരകടകതി അന്തൽക്കൽ നിങ്ങൾക്ക് വിരോധമായി വരുന്നത് ചിതറിപ്പോകുന്നത്, നിങ്ങൾക്ക് വിരോധമായി വരുന്നത് ചിതറിപ്പോകുന്നത് ആത്മാവിൽ കണ്ട് സ്തോത്രം പറയാൻ എത്ര പേർ ഇന്ന് രാത്രിക്കാലത്ത് തയ്യാറാണ്? അടവാല ഹന്തര ചൂടാൽ അവസ്യ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിങ്ങൾ സന്തോഷിക്കപ്പെട്ടവരാണ്. എത്ര പേരാമൻ പറയാൻ തയ്യാറാണ്? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഫിനാൻഷ്യലായി ബിഗ് സീറോയായി ഒരു ലോക മനുഷ്യൻ മാറുമ്പോൾ അവൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിരിക്കും. എന്നാൽ അവൻ ബിഗ് സീറോയായി ഒരു ദൈവത്തിന്റെ പൈതൽ മാറിയാലും അവൻ കർത്താവിൽ സന്തോഷിക്കും. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, എല്ലാം നിരാശയുടെ വ്യാപാരവും മാറട്ടെ,
ഓ റിബലഘടക രഗതിൽ കമനക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി എല്ലാം നിരാശയുടെ ആത്മാവ് മാറട്ടെ, ഭയത്തിന്റെ ആത്മാവ് മാറട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ആമേ ഭയത്തെ പറ്റി ഇങ്ങനെ വായിക്കും ധ്യാനിക്കും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഴമേറിയ ഒരു ചിന്ത പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ നൽകിയത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുക. ഇത് എനിക്കും വരാം, നിങ്ങൾക്കും വരാം. ശ്രദ്ധിച്ചോണം, ഈ ഭയത്തിന്റെ പിൻപിൽ വ്യാപരിക്കുന്നത് പിശാചിന്റെ തന്ത്രമാണെന്നറിഞ്ഞോണം. പിശാചിന്റെ പക്കൽ, സാത്താന്റെ പക്കൽ എന്തില്ല? ആയുധങ്ങളില്ല. അവന്റെ പക്കൽ ആയുധങ്ങളില്ല. സ്വർഗം യേശു കർത്താവ് ക്രൂശിൽ വെച്ച് ആയുധവർഗത്തെ അടിയറ വെച്ചു. ഓ ഉടയവല രഗതൽ വിധി. എന്താണ് അവനുള്ളത്? തന്ത്രങ്ങളാണുള്ളത്, തന്ത്രങ്ങളാണുള്ളത്. ഒരു കാര്യം നന്നായി തിരിച്ചറിഞ്ഞു. ഈ ഭയം കൊണ്ടുവരാൻ അർത്ഥോദാഹരണം പറയാം. മരണഭയം നമ്മുടെ ഉള്ളിൽ വരികയാണെന്ന് വിചാരിച്ചു. അർത്ഥം എന്താ? മരണം സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മരണഭയം നമുക്ക് വന്നാൽ മരിക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് മരണഭയം വരുന്നത്. തോറ്റുപോകുമെന്ന് ഭയം വന്നാൽ തോക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആമേ അങ്ങനെ നമുക്ക് ഭയം വരുന്നത്. എന്നാൽ ഇന്ന് രാത്രി അതിന്റെ നടുവിൽ ജയം തരാൻ ജയാളിയായ ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ ഉടകവല കുടയാവനയ ഹംദര ജാനഘടക ശമന ഹംദൽ കവട് ജാനഘടക ശൈതമിൽക്കമനക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഉടവൽക്കട കുടുംബത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്ന നിരാശയുടെ ആയുധങ്ങളുടെ മുലയൊടിക്കുന്ന വിശ്വാസത്തിലെ ആഴങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേര് സ്വന്തം പറയാൻ തയ്യാറാണ്? അങ്ങനെയാണെങ്കിൽ ഈ വചനങ്ങളെ നിങ്ങൾ കേൾക്കണം, കേട്ടിട്ട് ചെയ്യണം. എന്താണ്? ഞങ്ങൾ ശപിക്കപ്പെട്ടവരല്ല, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമുക്കറിയാം, വായിക്കണ്ട 1 പത്രോസ് 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹം അനുഭവിക്കാൻ സ്വർഗം വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് തരാൻ കയ്യിലെടുത്തു വച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേര് അടുത്തു വരും? ഉടകവല രഗതമന ഗാനകസിയ പ്രിൻസി ജോബി, ഇന്ന് രാത്രി പ്രിൻസി ജോബി ദൈവത്തിന്റെ ആത്മാവെ അങ്ങനെ കാണിക്കുന്നു കേട്ടോ. ഉടയാവല ഈ ദിവസങ്ങളിൽ നീ അടുത്തു വരേണ്ടതുണ്ട്. അവളൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കയ്യിലെടുത്തു വച്ചിരിക്കുന്ന എന്തോ ഉടമാന നന്മകൾ, എന്തോ മറുപടികൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഈ ദിവസങ്ങളിൽ ഉടമാനക സൈനികൾക്ക് മനക ദൈവപ്രവൃത്തിയുടെ സമയമായത് തിരിച്ചറിഞ്ഞ് തലമുക്കി നോക്കി അവന് വേണ്ടി പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഈ ദിവസങ്ങളിൽ അടുത്തു വരാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എത്ര പേരാമൻ പറയാൻ തയ്യാറാണ്? ഉടപാലക 1 ഈ വചനം ഏതാണ്? അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന വചനം ഇന്ന് രാത്രി എത്ര പേര് തിരിച്ചറിയാൻ തയ്യാറാണ്? വേഗത്തിൽ ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുന്നു. മത്തായി സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ 5-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ 13 വായിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ എന്താണ്? ഉപ്പാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ തിരിച്ചറിഞ്ഞു. അവൻ നിങ്ങൾ ഭൂമിയുടെ പഞ്ചസാര എന്നല്ല, നിങ്ങൾ ഭൂമിയുടെ ആരാണ്? ഉപ്പാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭൂമിയുടെ ഉപ്പാകാൻ തെരഞ്ഞെടുക്കപ്പെട്ട പിതാവേ ജോയി പൊടിയൻ ദുബാലഗതി ഭൂമിയുടെ ഉപ്പാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഉപ്പിനെ പറ്റിയുള്ള ഈ സന്ദേശങ്ങളിൽ നിങ്ങൾ ഒട്ടനവധി തവണകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഉപ്പ് പ്രയോജനമില്ലാതായി വന്നാൽ എന്തൊന്നുകൊണ്ട് ഗുണം വരുത്തുവാൻ കഴിയും? ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, ഉപ്പിന്റെ ഒരു ഗുണം ഞാൻ പറയാം. നമുക്കറിയാം, പഴയ നിയമ യാഗങ്ങൾക്കകത്ത് ദഹനയാഗത്തിലും ഹോമയാഗത്തിലും ഒക്കെ വഴിപാടുകളിൽ ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത ഒന്നാണ് ഉപ്പെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വ്യാഖ്യാനം നൽകുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നടക്കുന്ന ഏത് യാഗങ്ങളിലും എന്നെയും നിന്നെ പങ്കാളിയാക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹിക്കുന്നുണ്ട്? ദീപക് അൻസ്റ്റാൻലി ഭൂമിയുടെ ഉപ്പായി മാറാൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം ശ്രദ്ധിച്ചോ,
നമുക്കറിയാം ഉപ്പിനെ പറ്റി പറയുന്നത് അവൻ മാംസങ്ങൾ ചീഞ്ഞു പോകാതിരിക്കാൻ, അത് ദുർഗന്ധപൂരിതമാകാതിരിക്കാൻ സൂക്ഷിക്കുന്ന ഒന്നാണ് ഉപ്പ്. അങ്ങനെയാണെങ്കിൽ അവൻ ഇങ്ങനെ നിങ്ങളായിരിക്കുന്ന രാജ്യം, നാം ആയിരിക്കുന്ന സ്ഥലം, നാം ആയിരിക്കുന്ന ഇടങ്ങൾ കർത്താവേ ദുരന്തപൂരിതമായ ജീവിതം നയിക്കുന്നവരെ കൊണ്ട് ചീഞ്ഞളിയുവാൻ അനുവദിക്കാതിരിപ്പാൻ അവരിൽ കർത്താവ് ഉപ്പായി എന്നെ മാറ്റണമെന്ന് എത്ര പേര് പറയാൻ തയ്യാറാണ്? ബഹുമാന പ്രിയപ്പെട്ടവരെ, ചില നിമിഷം സ്വന്തം കാര്യങ്ങളൊന്നും മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഏൽപ്പിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? ഈ മീറ്റിംഗ് കഴിയും മുൻപ് നിങ്ങൾ അസാധാരണമായ ധൈര്യം പ്രാപിക്കും, അസാധാരണമായ ഉറപ്പ് പ്രാപിക്കും. ശ്രദ്ധിച്ചു, ഉപ്പെന്ന് പറയുന്നത് പ്രയോജനമുള്ളതാണ്. ഹല്ലേലൂയ. പ്രയോജന രഹിതമായി മാറ്റുവാനും കഴിയുന്നതാണ്. നമുക്കറിയാം പഴയ നിയമകാലങ്ങളിലൊക്കെ ദേശത്ത് ശത്രു സൈന്യം ഉപ്പ് വിതറി എന്ന് പറഞ്ഞാൽ ഫലമുള്ളതിനെ ഊക്ഷര ഭൂമിയാക്കി മാറ്റുന്ന ഒരു തന്ത്രമാണ് ഉപ്പ് വിതറുക. ഇന്ന് രാത്രിയിൽ നാം മറ്റുള്ളവരെ പ്രയോജനമില്ലാത്തവരാക്കി മാറ്റുന്നവരായിട്ടല്ല, പ്രയോജനമുള്ളതാക്കി മാറ്റുന്ന ഒരു വ്യക്തിയായി ഇന്ന് രാത്രി എന്നെ മാറ്റുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആത്മീയ സമ്പന്നത എന്റെ മേലൊന്ന് വെളിപ്പെടുത്താൻ? ഈ ആത്മീയ ആരാധനയിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എന്നെ ആത്മീയ സമ്പന്നരാക്കി മാറ്റാൻ? ഉറകമല ജനക ശബ്ദൽക്കമലയ. ഞാൻ എന്തെങ്കിലും ആയെന്നോ നിങ്ങളൊന്നുമായില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് രാത്രി കഥാവ് ഇത് പോരെന്ന് പറ, ഈ കൃപ പോരെന്ന് പറ, ഈ അന്യവശ പോരെന്ന് പറ, ഈ ആത്മാവിന്റെ ശക്തി പോരെന്ന് പറ. ഉടകമല ജഗനാഹന്തര ജൂഡാല ശൈലികൾക്കമലയ. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അർത്ഥത്രയേ ഉള്ളൂ, നാം പ്രയോജനമുള്ളവരാണ്. നമുക്കറിയാം ഫിലോമോന്റെ ലേഖനത്തിനകത്ത് എഴുതപ്പെട്ടൊരു കാര്യമുണ്ട്. ഓനോസിമോസ് മുൻപ് 1-ാം അധ്യായം ഒരു അധ്യായമുള്ളൂ. ഫിലോമോൻ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, മുമ്പ് അവൻ പ്രയോജനമില്ലാത്തവൻ, ഇപ്പോൾ അവൻ പ്രയോജനമുള്ളവരാണ്. ഫിലോമോന്റെ വീട്ടിൽ അടിമയായിരുന്ന മനുഷ്യനാണ്. ന്യായമായ ചോദ്യം, അങ്ങനെ അടിമത്തം കൊണ്ടോ? അന്നത്തെ കാലത്ത് റോമൻ വ്യവസ്ഥിതി അനുസരിച്ച് ഓരോ വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഒരു അടിമയെ കൊടുക്കുന്ന ഒരു പരിപാടി അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഫിലോമോന്റെ വീട്ടിലെ ഒരു അടിമയായിരുന്നു ആര്? ഓനോസിമോസ്. ഇവൻ വസ്തുവകൾ കാര്യങ്ങളെ മോഷ്ടിച്ച് അവർ യാത്ര പുറപ്പെട്ടു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചു, പൗലൂസിന്റെ അടുക്കൽ ചെന്ന് അവൻ രക്ഷിക്കപ്പെടുകയും ആള് മാറുകയും ചെയ്തു. ഉടയവല ജഗനാസന്തര ജൂഡേലികൾക്കവനയ. ഒരു കാര്യം അവൻ ശ്രദ്ധിച്ചു, അവൻ പൗലൂസ് ഒരു കാര്യം തീരുമാനിച്ചു, എന്റെ അടുക്കൽ ഇവനെ കൂട്ടിക്കൊണ്ട് നടന്ന കാര്യമില്ല, തിരിച്ച് ഫിലോമോന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടണം. അങ്ങനെ ഒരു കത്തുമായി പറഞ്ഞു വിടുമ്പോൾ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ്, മുമ്പ് ഇവൻ പ്രയോജനമില്ലാത്തവനാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, അവൻ ശരിയാകത്തില്ല, അവൻ നന്നാകത്തില്ല, അവൾ നന്നാകത്തില്ല, അവന്റെ മക്കൾ ശരിയാകത്തില്ല എന്നൊന്നും നമ്മൾ ന്യായം വിധിപ്പാൻ നമ്മൾ ശക്തരല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേട്ടോ, ശരിയാകത്തില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങൾ ശരിയാക്കി തരാൻ ആത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ ബഹുമാന പ്രിയപ്പെട്ടവരെ, അവിടെ അവധിയാണ്, കുവൈറ്റ് ഇന്ന് അവധിയാണ്. എന്നാൽ കുവൈറ്റിന്റെ മുകളിൽ സ്വർഗത്തിന് അവധിയില്ല. പലയിടങ്ങളിൽ ലോക്ക്ഡൌൺ ആണ്, എന്നാൽ സ്വർഗം പൂട്ടിയിട്ടില്ല. ആകാശത്തിലെ കീഴ്വാതികൾ നമുക്ക് വേണ്ടി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു എവിടെയാണെന്ന് അറിയാമോ? നാം വായിക്കണ്ട, റോമർ 8:35 വായിക്കുന്നു, ക്രിസ്തേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുകയും നാട്ടുകാർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്തിനു പേടിക്കണം? നമ്മൾ എന്തിനാ ധൈര്യപ്പെടണം?
ഉടലവല രഗതലയ അത്വരെ ചൂടാലവ ശൈതൽക്കമകക. ഹല്ലേലൂയ. എത്രയോ വിശുദ്ധന്മാർ, എത്രയോ ശ്രേഷ്ഠരായവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴും നാം ചെയ്ത ആ ഇഞ്ചക്ഷൻ്റെതല്ല, നാം നമ്മുടെ മേൽ വ്യാപരിച്ച പ്രതിരോധ ശക്തിയുടേതല്ല, ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അത്രയുള്ളൂ. നമ്മുടെ ആയസ് ദൈവം വെച്ച ആയസ് തീർന്നിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് എന്ന് മാത്രം തിരിച്ചറിഞ്ഞു കൊള്ളുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അല്ല, നമുക്ക് വിരോധമായി ഏത് സമയത്തും വൻമഴ വരും, ഏത് സമയത്തും നദികൾ വരും, ഏത് സമയത്തും കാറ്റടിക്കും. അത് ശാരീരികമാകാം, മാനസികമാകാം, വ്യത്യസ്തമായ വിഷയങ്ങളോട് ബന്ധത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഹല്ലേലൂയ. എന്റെ ഈ വചനം നിങ്ങൾ കേൾക്കണം, എന്റെ ഈ വചനം കേട്ട് നിങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ ഭാഗം പറയുന്നു, നമ്മൾ ഉപ്പാണ്. ഒന്ന്, ഭാഗ്യമുള്ളവരാണ്, സന്തോഷമുള്ളവരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. രണ്ട് പറയുന്നു, നിങ്ങൾ ഉപ്പാകണമെന്നല്ല, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അന്ന് രാത്രി നമ്മുടെ മേലുള്ള ഒരു ദൈവത്തിന്റെ പ്രതീക്ഷ. പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നില്ല. എന്നെക്കാൾ ഭയങ്കര സാക്ഷ്യം പറയാൻ നിങ്ങൾക്കുണ്ട്. എങ്കിലും ചുമന്ന പൊടി പിടിച്ചുകൊണ്ട് മുക്കുട്ടുതയിൽ കൂടിയൊക്കെ കീജയിൽ വിളിച്ചിരുന്നത് കാലത്ത് നിന്ന് എന്നെ വിളിച്ചു വേർതിരിച്ചത്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം. ഉടമാന ഹത്തുലെ ജൂഡൽക്കവർ വലിയ വീരശൂര പരക്രം പറയില്ല. ചുരുകാര്യം എനിക്കറിയാൻ കേട്ടോ. ഇന്ന് രാത്രി ബഹുമാനപ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ കുവൈറ്റിന്റെ ഉപ്പാണ്, രാജ്യങ്ങളുടെ ഉപ്പാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും ലോക്കൽ സ്ഥലങ്ങളുടെ മാത്രമല്ല, രാജ്യങ്ങളുടെ മാത്രമല്ല, ഭൂമിയുടെ ഉപ്പാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ, ആമേൻ. മാറ്റം വെക്കുന്ന ഒരു ജനതയെ ഹല്ലേലൂയ സുഗന്ധപൂരിതമാക്കാൻ എന്റെ പ്രാർത്ഥന ഈ സ്ഥലത്തുനിന്നാണെങ്കിലും ഇത് ലോകരാജ്യങ്ങളിലേക്ക് വ്യാപരിക്കുമെന്ന് എത്ര പേര് വിശ്വാസമുണ്ട്? ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഓർപ്പിച്ചിട്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. വചനം പറയും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്കറിയാം മൂന്നാം കാര്യങ്ങളുടെ ഞാൻ വേഗത്തിൽ ഓർപ്പിക്കട്ടെ. 6-ാം അധ്യായം 2-ാം വാക്യം, 6-ാം അധ്യായം 5-ാം വാക്യം, 6-ാം വാക്യം 16-ാം വാക്യം, 3 വാക്കുണ്ട്. നൽകുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഇവിടെ ഒക്കെ 6-ാം അധ്യായം 2-ാം വാക്യം, 6-ാം അധ്യായം 5-ാം വാക്യം, 6-ാം അധ്യായം 16-ാം വാക്യം, ഈ ഭാഗത്തൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ. ഭിക്ഷ കൊടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ഇവിടെ ഒക്കെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ് എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ് യേശു പഠിപ്പിച്ചത്. എങ്ങനെ ഉപവസിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ് എങ്ങനെ ഉപവസിക്കരുതെന്നാണ് പഠിപ്പിച്ചത്. എങ്ങനെ ഭിക്ഷ കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ് എങ്ങനെ ഭിക്ഷ കൊടുക്കരുതെന്നാണ് യേശു പഠിപ്പിച്ചത്. പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നല്ല, ഉപവസിക്കുകയാണെങ്കിൽ എന്നല്ല, പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ. ഒരു കാര്യം ഞാൻ പറയാം, ഇത് ദൈവം യേശു കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. 1 കൊടുക്കൽ, 2 ദൈവത്തോട് പറയൽ, 3 ദൈവത്തിന് വേണ്ടി കേൾപ്പിക്കപ്പെടൽ. ഈ 3 കാര്യങ്ങളും മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തുനിന്ന് വേഗത്തിൽ മുൻപോട്ട് വരികയാണ്. പ്രാർത്ഥനയെ പറ്റി നിങ്ങൾക്കറിയാം, ഉപവാസത്തെ പറ്റി നിങ്ങൾക്കറിയാം. ഒരു കാര്യം വ്യക്തമായി ഞാൻ വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ പ്രതിസന്ധിയിൽ തകരുകയില്ല. വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 42 വരെയുള്ള, ശ്രദ്ധിച്ചോ, ഏകദേശം 30 വാക്യമുള്ള 2 ദിനവൃത്താന്ത പുസ്തകം, 2 Chronicles, 2 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 42 വരെയുള്ള വാക്യത്തിലെ പ്രാർത്ഥനയാണ് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഒരു കാര്യം ഞാൻ പറയാം, ആ പ്രാർത്ഥന സമയം നോക്കി ഒന്ന് പ്രാർത്ഥിച്ചാൽ 5 മിനിറ്റ്, 4 മിനിറ്റേ ഉള്ളൂ, വേണ്ട, 5 മിനിറ്റ് റൗണ്ട് ചെയ്യുക. 5 മിനിറ്റ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ 7-ാം അധ്യായം 2 ദിനവൃത്താന്തം 7:1 വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് തീയിറങ്ങി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു കേട്ടോ, മുകളിൽ നിന്നൊരു തീയിറങ്ങും.
നീ വച്ചിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ജൂഡാനവ സന്ധര ജുഡകമനയ അന്തൽ കമന ജാനഘടകതിയ ഞാൻ കാണുന്നൊരു വെളിപ്പാടുണ്ട്. ദീർഘമായി എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ലല്ലോ, ദീർഘമായി എനിക്ക് ഉപസിപ്പാൻ കഴിഞ്ഞില്ല, വേണ്ടെന്ന് ദുടലമനകമനകതിയ വാഗ്ദത്തങ്ങളെ പറഞ്ഞു ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്തും ശലോമോൻ പ്രാർത്ഥിച്ച 5 മിനിറ്റ് നീണ്ടുന്ന പ്രാർത്ഥനയിൽ വെച്ച വിശുദ്ധ തീ ഇറങ്ങിയെങ്കിൽ ഉടമനകതി അത്തുസേറിവൽക്കമനക യാത്രാ സംബന്ധമായ ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പരിഹാരം വരുത്തുമെന്ന് ജോസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഉടവാല ഹന്തര ധൂമക്കവല ഹന്തര ചൂടേ വൽക്കരാധിയാര ശാബാല വൈകേറിക നമുക്ക് നന്നായിട്ടറിയാം. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് 17-ാം അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂദയുമായി ഒറ്റുകാർ വന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ് യേശു ഇറങ്ങിച്ചെന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? അവര് പറഞ്ഞു, നസ്രനായ യേശുവിനെ. അർത്ഥം യേശുവിനെ പിടികിട്ടിട്ടില്ല. ജോസിഫസിന്റെ ചരിത്രത്തിനകത്ത് യേശുവും തോമസിനെ കണ്ടാൽ ഇരട്ടകളാണെന്ന് തോന്നുമായിരുന്നു എന്നൊരു കുറിപ്പുണ്ട്. യേശുവിനെയും തോമസിനെ കണ്ട ട്വിൻസ് ആണെന്ന് തോന്നുമായിരുന്നു എന്ന് ചരിത്രമുണ്ട്. അതുകൊണ്ട് ആളെ പിടികിട്ടിയില്ല. യേശുവിനെ അറിയാം, എന്നെ പിടിക്കാൻ വരികയാണ്, എന്നെ കെട്ടാൻ വരികയാണ്, എന്നെ കൊണ്ടുപോകാൻ വരികയാണ്. പക്ഷേ അതിന്റെ നടുവിൽ യേശു പറയുന്നു ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവൻ പ്രാർത്ഥിക്കുന്നവൻ ധൈര്യം പ്രാപിക്കും. ഉടക മനയ രകതൽക്കനകതീയ പ്രാർത്ഥനയിൽ അവൻ വെളിപ്പെട്ടു വരുന്ന വെല്ലുവിളികളെ അവൻ നേരിടുവാൻ ശക്തി തരാൻ സ്വർഗത്തിന് ദൂതനിറങ്ങി വരും. ഉടകവല രകതനയ സൈതവൽക്കമനയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഉടാവാര ഹത്തര ഗാനകൽക്കമനയ ഹാമാന്റെ ഭാര്യ പറയുന്നു, അവൻ യഹൂദനാണെങ്കിൽ നീ അവരെ ജയിക്കത്തില്ല, തോറ്റുപോകുകയുള്ളൂ. നീ പോലും അറിയാത്ത ഒരു ശക്തി നിന്റെ മേലുണ്ട് കേട്ടോ. ഇങ്ങനെ വചനം പറയുന്നു, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അവിടെ നടപ്പ്, അവിടെ പോക്ക്, അവിടെ ഭാഷ, അവരുടെ പലതും ഒന്നും നമ്മളെന്ത് ചെയ്യുന്നവരല്ല, അനുകരിക്കുന്നവരല്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തത് കൊണ്ട് വരാകാൻ കഴിയുന്നില്ല. ഈ ദിവസങ്ങളിൽ അങ്ങനൊരു പേര് ദൈവസഭയെപ്പറ്റി സ്വന്തം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു വേറിട്ടൊരു സഭ, വേറിട്ടൊരു ആരാധന, എന്ന് പറയുന്ന ഹല്ലേലൂയ സ്വർഗത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് സഭയ്ക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? എന്ന് രാത്രി തിരിച്ചറിഞ്ഞു. പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. അവൻ തിരിച്ചറിഞ്ഞു. ഉപവാസത്തിന് മറുപടിയുണ്ട്. ഉടക വലക സങ്കൽക്കനക ഉപവാസം കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതേ ഹല്ലേലൂയ ഇന്നലെ വരെ ആ നിരാശയുടെ വസ്ത്രം ധരിച്ച് ആമേൻ എസ്തേർ രാജവസ്ത്രം ധരിച്ചു പ്രാകാരത്തിന് നേരെ ചെന്നു. എന്ത് രാത്രി ദൈവാത്മാവ് ജനത്തോട് പറയുന്നു, ഉപവസിക്കുന്ന നിങ്ങൾക്ക് ധൈര്യം വരണം. അടകവല ജഗന ഹംദര ജൂഡാനവ ശൈതമനിക. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ടാണോ ഉപവസിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിയോഗത്തിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഒരു കാര്യം ഉറപ്പ് പറയാം, ഉടയ ശക്തിയുടെ ബലത്തിന്റെ ആലോചനയുടെ ധൈര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങളുടെ മേൽ പകരുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞ് എഴുന്നേറ്റ് ഉടനെ രാജവസ്ത്രം ധരിച്ച് പ്രാകാരത്തിന് നേരെ വളഞ്ഞു നിന്നല്ല, പ്രാകാരത്തിന് നേരെ നിന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു കേട്ടോ, ഉടയാ മനയാ രകതൽക്കമനകതിയ വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന അനുഭവത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന, വസിപ്പാൻ തയ്യാറാകുന്ന എന്റെ ജനത്തിന്റെ മുൻപിൽ ഒരു ശക്തിക്കും നിൽക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് എത്ര പേര് ഇന്ന് രാത്രിക്കൽ ആമേൻ പറയാൻ തയ്യാറാണ്? ഞാൻ വേഗത്തിന്റെ വചനത്തിലേക്ക് ഓടിയെത്തുകയാണ്. ഈ വചനം ഏത്? അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന വചനം. ഏത്? ഭൂമിയുടെ ഉപ്പെന്ന് പറഞ്ഞവർ. 3 ഏതാണ്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശുവിൻ നാമത്തിൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണിക്കുന്ന വെളിപ്പാടുണ്ട്. ഹല്ലേലൂയ. വിളക്ക് കത്തിച്ച് പറയില്ല വെക്കേണ്ടത്,
തന്നിന്മേലത്രേ. തന്നിന്മേൽ ശോഭിക്കേണ്ട പലതും ആരൊക്കെയോ മൂടി, എന്തൊക്കെയോ മൂടി. ദുടയ മനയ ഹത്തര ചൂടാലവ ശബ്ദര ജാനകത്തവരയ. അത് വിചാരങ്ങളാൽ മൂടപ്പെട്ടവരാകാം. ഏതെങ്കിലും യജന്മാനന്മാരുടെ പിടിയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാതെ മൂടപ്പെട്ടവരാകാം. ഇന്ന് രാത്രിയിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, ആളിക്കണ്ട പലതും ധൂപശോഭയോടെ കത്തണ്ട പലതും ഉടകവല രഗതന ഹംദൽക്കവന പറക്കകത്ത് അങ്ങൊരു വിളക്ക് വെച്ചിരിക്കുന്നു. ഓ, ഞാൻ അങ്ങൊരു കാഴ്ച കാണുന്നല്ലോ. ഉടകവല രഗതിനി ഹംദ ചുടാവനയ വികത്തുനി ചൂടൽക്കമനക ഹംദൽക്കവൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ജോർജ് ബ്രദറെ പ്രാർത്ഥിക്കേ. ജബാല ഹംദല കർത്താവേ ഉടവാലകസ്യ ഹംദൽക്കര എന്റെ മേലുള്ള ചില കവറിംഗ് എടുത്തു മാറ്റി എന്നിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു ബ്രൈറ്റ്നെസ്, ഒരു വെളിച്ചം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ തയ്യാറായാൽ നമുക്ക് പോലും എടുത്തു മാറ്റാൻ കഴിയാത്ത ചില വെല്ലുവിളികളെ കീറി മാറ്റി എടുത്തു മാറ്റി നിന്നിലുള്ള പ്രകാശത്തെ ജാതികൾക്ക് ശോഭയാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ജോർജ് ബ്രദറിനോട് ആലോചന പറയുന്നു. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? ഉടകവല ഘടക അന്തരാകൂടാവലയ ആതുരഗാന സൈലേ ഹത്തുൽക്കമനഗതിയ. ഈ ആത്മീയ ആരാധനയിൽ ആരാധന കഴിയുമ്പോൾ ദൈവസഭയിൽ ചാർജ് ആകട്ടെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടരുത് കേട്ടോ. ഹല്ലേലൂയ റൂബാലവാല ഹംദൽ കവല ബൗഡവാല ശൈദവൽ കമല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ വെളിപ്പാട് കാണുന്നു. ആമേ എവിടെയോ മൂടി വെച്ചിരിക്കുന്നത് പോലെ, ആരോ മൂടി വെച്ചിരിക്കുന്നത് പോലെ. ഉടകവല ഘടക സത്തുര ദൂടൽ കവന വൈഡേരുകൾ കവനയ. പാമ്പിന്റെ വായിരിക്കുന്ന തവള രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിലും പറയുന്നു എനിക്ക് എന്നെ വിടുന്നില്ല. ഇന്ന് രാത്രി റവല അടക റഗദിനി അജസ്തി ദൈവത്തിന്റെ ഒരു വെളിപ്പാടെന്നെ കാണിക്കുന്നെന്ന് നിങ്ങൾക്കറിയാമോ? പരിശുദ്ധാത്മാവ് പറയാത്ത എന്തെങ്കിലും കാര്യം ഞാൻ സൂഫായിട്ട് കയറി തട്ടിവിട്ടാൽ ഞാൻ കണക്ക് കൊടുക്കണം എന്റെ അപ്പന്. ഉടകവല ജഗനി അത്യുരി ചൂടാലവ ശൈലിക്കറിയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത് കേട്ടോ. ഒരു പാമ്പിന്റെ വായ്ക്കകത്തിരിക്കുന്ന തവള എന്നതുപോലെ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടായിട്ടും ചാടിപ്പോകേണ്ട സമയം കഴിഞ്ഞു, രക്ഷപ്പെടേണ്ട സമയം. പക്ഷേ അതിന്റെ വായിൽ നിന്നു കൊടുത്തത് കൊണ്ട് അതിന് വായിലേക്ക് പോകുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, രക്ഷപ്പെടാൻ കഴിയാത്ത കുടുക്കുകൾ ഉടകവല രഗതനയ നമ്മ രക്ഷപ്പെടാൻ കഴിയാത്ത ചില ബന്ധനങ്ങൾ ഉടവാലകസി അത്യുത്തമനക രക്ഷപ്പെടാൻ കഴിയാത്ത ബന്ധങ്ങൾ അടയ മനയ ദുരഘടക രഗതിനി ഹംദൽ കവനി ജുഡാലവ സൈലവൽ കമനയ. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മെ കീറിക്കളയുന്നവനല്ല ദൈവം, നമ്മെ കൊന്നു കളയുന്നവനല്ല. പണ്ടത്തെ കാലത്തൊക്കെ പ്രവാചകന്മാര് സഭയിൽ വരുന്നത് കേട്ട പേടിക്കുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് പേടിക്കില്ല. കാരണം ഇതാ ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ. അവരെല്ലാം ഇതിന്റെ പുറകെ വീഴുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പണത്തിന്റെ പുറകെ ഓടുന്നത് കൊണ്ട് ജനത്തിന് പേടിയില്ലാതായി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഉടവൽക്കവന വലിയ ഭാവിന്റെ വായിക്കുന്ന തവളയെ പോലെ ഉടവല ജഗന സംതൽക്ക് ഒന്നും എനിക്ക് വരത്തില്ല എന്ന് പറഞ്ഞ് ശത്രുവിന്റെ വായിൽ പോയിരുന്ന് അത് വിഴുങ്ങി. എന്നാൽ ഇന്ന് രാത്രി ഉടവന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേട്ടോ. ചിലതിന്റെ പാസ് എന്നോട് അങ്ങനെ പറയുന്നു, ചിലതിനെ പുറത്തെടുക്കുന്ന അടകവല രഗതി അംതൽക്കവന അംതകാര ശക്തിയുടെ പിടിയിൽ നിന്നും പുറത്തെടുക്കുന്ന രാത്രി ജഗാല ഫല സഖി രഗത്തുനി ജുടകൽക്കവനയ. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയാനായി പറയുന്നു. ഉടകവല രഗതിനി ഹസേരികൾക്ക് ധൈര്യമായിരുന്നു കൊള്ളുക. ഇന്ന് രാത്രി ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ ചില മൂടാപ്പുകൾ മാറട്ടെ, മൂടുപടങ്ങൾ കീറട്ടെ, അടകാറകതി അത്തുകൾ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, എന്റെ ജനം സ്വതന്ത്രമാകട്ടെ. ക്രിസ്തേശുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ ശുദ്ധം ചെയ്ത മൈക്യതാര് എന്ന് രാത്രി ചൂടാലാവ ശബ്ദത്തിനക പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ട് ഒരു ഗലാത്യ സഭയിലെ ജനങ്ങൾ മയങ്ങുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ശാരീരികമായ ക്ഷീണം വരുമ്പോൾ ഉറങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ട ചില അനുഭവങ്ങൾ, പിശാചിനോട് എതിർപ്പാൻ കഴിയാത്ത ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സകലത്തിന്മേലും അധികാരം നൽകിയതാണ് ദൈവം. ആർക്ക്? ഏതിന്? ആദമിന്. അവൻ കയറി വന്നവനെ ഗെറ്റ് ഔട്ട് ചെയ്യാൻ അധികാരമുള്ളവൻ. അധരങ്ങളിൽ അത് പറഞ്ഞില്ല,
കയറി വരാൻ വെൽക്കം ചെയ്തു. സംഭവിച്ചത് അവൻ പുറത്തായി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ പുറത്താക്കാൻ, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കാൻ കയറി വരുന്നതുമായി ഒരു കോംപ്രമൈസ് വേണ്ട എന്ന് ഇന്ന് രാത്രി പരിശുദ്ധി ആത്മാവ് ബഹുമാന ജലത്തോട് ആദരപൂർവം ദൂതറിയിക്കുന്നു. ഉടലവ സങ്കൽക്കമനയ. എന്റെ യുവജനങ്ങളെ കേൾക്കണം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഭൂമെടുപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നിട്ട് അത് ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് എന്റെ ഭാഗത്ത് വിരാമം കുറിക്കുക. നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന കാര്യം അടിക്കണ്ട എന്ന് യേശു പറഞ്ഞൊരു കാര്യം പറയാം. ഓമൻ പറയുന്നു, നിങ്ങൾ വിചാരപ്പെടുന്നതിൽ ഒരു നീളം കൂട്ടാൻ കുറയ്ക്കാൻ ബാക്കിയില്ല. ഒരു നീളം കൂട്ടാൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 20-21 വാക്യത്തിൽ എന്നിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ അവൻ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ. അതിന്റെ 27-ാം വാക്യം 27-ാം വാക്യം 6-27. വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ. അത് കൂട്ടാൻ കുറയ്ക്കാനൊന്നുമില്ല, കൂട്ടാൻ ആർക്ക് കഴിയും? എന്നിട്ട് നിങ്ങൾ വായിക്കണം കേട്ടോ. ഇന്ന് രാത്രി ജോലി സംബന്ധമായിട്ടായിരിക്കാം, തലമുറയെ കുറിച്ചായിരിക്കാം, സാമ്പത്തികമാകാം, രോഗപരമാകാം. ശ്രദ്ധിച്ചോ, യേശു പറയുന്നു, ഈ വചനം പറയുന്നു എന്താണ്? ശ്രദ്ധിച്ചോ, വാക്യം 26-ാം വാക്യം: ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അടുത്ത വാക്യം: അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലോ. ഇന്ന് രാത്രി പറ, ഹല്ലേലൂയ. ആത്മാവില്ലാത്ത ജീവികളെ ദൈവം പുലർത്തുന്നെങ്കിൽ ആത്മാവുള്ള നമ്മെ പുലർത്താൻ ദൈവം ശക്തനാണെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-8 വായിച്ചു. നിങ്ങളുടെ ചോദിക്കും മുൻപ് 6-8 നിങ്ങൾ യാചിക്കും മുൻപ്, ഇംഗ്ലീഷിൽ ആസ്ക് എന്ന പദമാണ്. നിങ്ങൾ ചോദിക്കും മുൻപ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അറിയുന്നു. 6-32 നിങ്ങൾ ചോദിക്കും മുൻപ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും അറിയാത്ത ഒരു പൊട്ടനാണ് യേശു. ഞാൻ പറഞ്ഞപ്പോഴാണ് യേശുവിന്റെ കാര്യം മനസ്സിലായത് എന്ന ചിന്ത പ്രാർത്ഥനയിൽ വരരുത്. ഉടവക രഗതനയ ഹംദര ചൂടാരകൽക്കമനയ ഹംദൽക്കമന ഹത്തുൽക്കമനക. നിങ്ങൾ ചോദിക്കുമോ? അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ധൈര്യമില്ലേ? ഹല്ലേലൂയ. എന്റെ കാര്യം അറിയുന്നവനോടാണ് ഞാൻ ചോദിക്കുന്നത്. ആ കാര്യം എന്റെ ദൈവം നടത്തിത്തരും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ബാക്കി ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ ബഹുമാനം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും പ്രതിസന്ധികൾ നിങ്ങൾക്ക് അനുഭവിക്കുമ്പോൾ ആരുടെ ശാപമാണെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അധികാരമുള്ള ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ആമേൻ. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഉപവസിച്ചു കൊള്ളുക. തീർന്നില്ല. നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ദൈവം ശക്തനാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതി അനുഷ്ഠിപ്പിക്കുക. അതോടുകൂടി ഇതൊക്കെ നിങ്ങൾ ഭാരപ്പെടുന്നൊക്കെ ദൈവം തരും. ഇന്ന് രാത്രി അത് സഭയുടെ വിഷയങ്ങളാകട്ടെ, വ്യക്തികളെ കുറിച്ചുള്ളതാകട്ടെ, കുടുംബത്തെ കുറിച്ചുള്ളതാകട്ടെ, അവൻ ചെയ്തു തരുവാൻ ശക്തനാണ്. 100കണക്കിന് അനുഭവ സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നേക്കാൾ 1000കണക്കിന് പറയാൻ നിങ്ങൾക്കും. പക്ഷെ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെ ചെയ്തു തരാൻ ദൈവശക്തനാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചില്ല. കിഴക്ക് സൂര്യൻ ഉദിക്കാൻ, പടിഞ്ഞാറ് അസ്തമിക്കാൻ നമ്മൾ ആരും പ്രാർത്ഥിച്ചില്ല. ദൈവം ചെയ്തു തന്നില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും പ്രാർത്ഥിച്ചോ? രാവിലെ മുതൽ ജീവിക്കാൻ ശ്വാസം വേണമെന്ന് പ്രാർത്ഥിച്ചോ? ദൈവം അത് തന്നില്ലേ? നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ വെച്ചുകൊള്ളുക, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ഈ വചനം നിങ്ങൾ അനുസരിച്ചു കൊള്ളുക. ഒരു പക്ഷേ ഏതെങ്കിലും പ്രതിസന്ധികൾ ശാരീരികമായോ മാനസികമായോ ജോലിപരമായോ സാമ്പത്തികമായോ ശുശ്രൂഷപരമായോ വരുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം: അടിക്കും കാറ്റ്, നദികൾ പൊങ്ങും, തിരകൾ വരും, പക്ഷേ ഒന്നും പറ്റത്തില്ല. അതിൽ ചിതറി തിരിച്ചു പോകും. ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. ആ വചനം നിങ്ങൾക്കകത്തുണ്ട്. ഇരുവത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാകിയാൽ ഇന്ന് രാത്രി വരുന്ന പലതും ഈ മൂർച്ചയുള്ള
ദൈവത്തിന്റെ വചനമായി വാളിനാൽ തട്ടി മുറിഞ്ഞു പോകും. ഇന്ന് രാത്രിയിൽ ഈ വചനം നിങ്ങൾക്ക് വിടുതലാകട്ടെ. ദൈവസഭയെ, കർത്താവിന്റെ കുടുംബത്തെ, എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ലഭ്യമായ സമയം നൽകിയ ദൈവസഭയ്ക്കും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കും, പരസ്പരം ഓർക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവിന്റെ ദാസനോട് പ്രത്യേകം നന്ദി ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് ബൈബിൾ ക്വിസ്, ഫിലിപ്പ് ലേഖനം, കൊലോസ്യ ലേഖനമാണ്. ദൈവമക്കളെല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ഒരുങ്ങണം. അത് മാത്രമല്ല, എഫേസ്യ ലേഖനത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ളവർ ദയവായിട്ട് അത്രയും വേഗം അത് ചെയ്യണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അടുത്ത ആഴ്ചയും അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കർത്താവ് അനുവദിച്ചാൽ നടക്കും. എല്ലാ ദൈവമക്കളും താല്പര്യത്തോടെ സംബന്ധിക്കാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അനീച്ച പരസ്യമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സഭായോഗമായി കർത്താവെ ദിവസം കടന്നു വന്ന് കർത്താവിന്റെ സന്നിധാനത്തിൽ ഞങ്ങൾക്ക് അല്പസമയമായിരിക്കാൻ എന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈടിയതിന്റെ ദാസനെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാടി ശുശ്രൂഷിച്ചവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രാത്രികാലം കർത്താവെ ഹൃദ്യമായി ഞങ്ങളോട് വചനം സംസാരിച്ച ദൈവദാസനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന വചനം ഇന്ന് രാത്രികാലം അവിടെ നൽകി തരുവാൻ തക്കോണം കർത്താവെ, അവിടുന്ന് കൊടുത്ത നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അർദ്ധദാസനിലൂടെ കേട്ട വചനങ്ങൾ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ മുന്നോട്ട് പോകാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പാറമേൽ അടിസ്ഥാനമുള്ളവരായി അത് വീഴാതെ കർത്താവെ നിലനിർത്തിക്കൊണ്ട് പോകാൻ തക്കോണം ഞങ്ങളുടെ വിശ്വാസത്തിൽ കർത്താവ് ഭംഗം വരാതെ അന്ത്യം വരെയും കർത്താവിന് വേണ്ടി നിലനിൽപ്പാനും കർത്താവിന്റെ കരങ്ങളിൽ കർത്താവെ അടിയങ്ങളെ ഏൽപ്പിച്ചടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കൽപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേകർക്ക് പ്രയോജനമുള്ളവനായി വീണ്ടും കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കുമാറാണോ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഷമിൽ പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ എല്ലാവരും ഒരിക്കൽ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിലവിളെ ക്രിസ്തു യേശുവിൽ കാക്കപ്പെടുമാറാകട്ടെ. ഈ രാത്രി സഭ ഇത് ചെയ്യുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം. സമാധാനത്തോടായിരിക്കും. അടുത്ത ആഴ്ചത്തെ മീറ്റിംഗിലേക്ക് നിങ്ങൾ എല്ലാവരെയും സാധുമായി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിനോട് പ്രത്യേകം നന്ദി സമയത്ത് ഓർപ്പിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.